സാബിത്ത്, മുഹമ്മദ് സാബിത്ത്. എന്താ സാബിത്ത ലെൻസ് ഫോർമുല? 1/f = 1/e minus 1/u. 1/u. എന്താ ഫോക്കൽ ലെങ്ത് കോൺവെക്സ് ലെൻസിന്റെ? കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്തിന്റെ ഫോക്കസിന്റെ മീനിങ് എന്താ? പറഞ്ഞോ. പ്രിൻസിപ്പൽ ആസിന് പാരലായിട്ട് പോകുന്ന ലൈറ്ററെ ആഫ്റ്റർ റിഫ്രാക്ഷൻ ഒരു പോയിന്റിലൂടെ കടന്നു പോകും അല്ലെ? ആ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എങ്ങനെ കടന്നു പോവാ? ഡൈവേർജ് ചെയ്താണോ കടന്നു പോവാ? കൺവേർജ് ചെയ്താണോ പോവാ? കൺവേർജ് ചെയ്ത്. ഓക്കെ. ഭീമ പി സിദ്ദീഖ്, ശ്രദ്ധിച്ചു പറഞ്ഞു കേട്ടോ. ഒരു കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ലെങ്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കോൺകേവിന്റെ നെഗറ്റീവ്. നെഗറ്റീവ് ആണ്. ഓക്കെ. അബിയ സുൽത്താനാണ്. എങ്ങനെയാ നമ്മള് ഇമേജ് ഡിസ്റ്റൻസ് എങ്ങനെയാ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതോ രണ്ടും വരാം? രണ്ടും വരാം. എപ്പോഴാ പോസിറ്റീവ് നെഗറ്റീവ് വരിക? ഭീമ നവാസ്. റിയൽ ആണെങ്കിൽ പോസിറ്റീവ്, വെർച്വൽ ആണെങ്കിൽ നെഗറ്റീവ്. അതായത് ഒപ്റ്റിക് സെന്ററിന്റെ റൈറ്റ് സൈഡിലാണ് ഇമേജ് എങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, ലെഫ്റ്റ് സൈഡിലാണ് ഇമേജ് എങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ. ഫാത്തിമ പി എ. ഫാത്തിമ, ഈ ഇമേജിന്റെ ഹൈറ്റ് എങ്ങനെയാ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതോ രണ്ടും വരാം? രണ്ടും വരാം. എങ്ങനെയാ മാനസ്വാലിയ രണ്ടും വരണേ? ഇൻവേർട്ടഡ് ആണെങ്കിൽ ഹൈറ്റ് എന്തായിരിക്കും? നെഗറ്റീവ്. ഇറക്റ്റ് ആണെങ്കിലോ? റുക്സാന. ഈ ഡിസ്റ്റൻസ് എല്ലാം മെഷർ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിന്റെ പേരെന്താ? എല്ലാ പോയിന്റിനും ഒപ്റ്റിക് സെന്റർ. ഓക്കെ. അഫ്ര അലി. ലൈറ്റർ വരുന്നത് നമ്മൾ ഏത് സൈഡിൽ നിന്നാണ് കൺസിഡർ ചെയ്യുക? ഒരു ലെൻസിലേക്ക് ലൈറ്റർ വരുന്നത് ലെഫ്റ്റ് ടു റൈറ്റ്. ഫാത്തിമ ബീവി. ആ ഇമേജ് ഫോർമേഷൻ എന്ന് പറഞ്ഞ ലെൻസിന്റെ at infinity, at focus, at infinity, between C and F, beyond C, between C and F, between F and O, same side of the lens as the object. Okay. Amin Shaji. Sir. Convex lens, concave lens എന്ന് പറഞ്ഞേ. Concave lens. At infinity, at focus. പിന്നെ എവിടെ വെക്കുക? ദൂരെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ വെച്ച കോൺകേവ് ലെൻസില്? ഒപ്റ്റിക് സെന്റർ. അതായത് ലെൻസിന്റെ പൊക്കത്തിട്ട് വെച്ചോ? പിന്നെ അല്ല. ഒരേ ഒരു കേസ് ഉള്ളൂ ലെൻസിന്. ഒരേ ഒരു കേസ്. അതിന്റെ ഇമേജ് എവിടെ ഫോം ചെയ്യുന്നതെന്ന് പറയാമോ? മറ്റേ ഫോക്കസിലും ഒപ്റ്റിക് സെന്ററിന്റെ ഇടയിൽ അല്ലേ? അത് സെയിം സൈഡിലാണോ അപ്പുറത്തെ സൈഡിലാണോ? സെയിം സൈഡിലാണോ ഓപ്പോസിറ്റ് സൈഡിലാണോ? സെയിം സൈഡില്. അപ്പൊ ഏതാ കേസ്? ഏതാ? ഇൻഫിനിറ്റിയുടെ ഒപ്റ്റിക് സെന്ററിന്റെ ഇടയ്ക്ക് എവിടെ വേണമെങ്കിലും വെക്കാം കേട്ടോ. അമീൻ ഷാജിക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. എല്ലായിടത്തും ഇമേജ് ഫോം ചെയ്യുന്ന അവിടെ തന്നെ ആയിരിക്കും. മനസ്സിലായോ? അത് മറക്കരുതേ. ഓക്കെ. തഫ്സിയ, ഇമേജിന്റെ സൈസ് എങ്ങനെയാ? ഒബ്ജക്റ്റ് അടുത്തേക്ക് വരുന്നതോറും എങ്ങനെ ഇമേജിന്റെ സൈസ് വ്യത്യാസപ്പെടുക? ഇൻഫിനിറ്റിയിലെ ഇമേജിന്റെ സൈസ് എന്താ? ഇൻഫിനിറ്റിയിൽ സ്മോൾ, ഹൈലി ഡിമിനിഷ്ഡ്. വളരെ കുഞ്ഞതാണ് അല്ലെ? പിന്നെ ഒന്ന് സിയുടെ പുറകിലേക്ക് വന്നപ്പോഴോ? ഡിമിനിഷ്ഡ്. അതായത് സിയുടെ പുറകിലാണ് ഒബ്ജക്റ്റ് എങ്കിൽ ഇമേജിന്റെ സൈസ് ഡിമിനിഷ്ഡ് ആയിരിക്കും. ഇനി സിയുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുവാണെങ്കിലോ? എൻലാർജ്ഡ് ആയിരിക്കും. അപ്പൊ സെന്റർ ഓഫ് കർവേച്ചറിന്റെ ബാക്കിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നെങ്കിൽ ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. സെന്റർ ഓഫ് കർവേച്ചറിന്റെ ഫ്രണ്ടിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നെങ്കിൽ എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. ഓക്കെ. ഫാത്തിമ ഫൈറൂസ്. എവിടെയാ ഫാത്തിമ സെയിം സൈസ് ഒബ്ജക്റ്റിനും ഇമേജിനും വരുന്ന? എവിടെയാ? അറ്റ് സീല്. ജീലാനി.
അറ്റ് സിയിൽ വെക്കുമ്പോ ഇപ്പൊ ഒരു 30 സെന്റിമീറ്റർ മാറ്റിയിട്ടാണ് സിയിൽ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. എത്ര സെന്റിമീറ്റർ മാറിയിട്ടായിരിക്കും ഇമേജ് കിട്ടുക? 30 സെന്റിമീറ്റർ മാറിയിട്ട് ഒരു ലെൻസിന്റെ ഒരു സൈഡിൽ ഒബ്ജക്റ്റ് വെച്ചാൽ അപ്പുറത്തെ സൈഡിലല്ലേ റിയൽ ഇമേജ് ഫോം ചെയ്യാ? സെന്റർ ഓഫ് കർവേച്ചറിലാണ് വെച്ചിരിക്കുന്നത് വിചാരിച്ചോ. ഓക്കെ, സെന്റർ ഓഫ് കർവേച്ചറിലാണ് വെച്ചിരിക്കുന്നത്. 30 സെന്റിമീറ്റർ മാറ്റിയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡിൽ എത്ര മാറിയിട്ടായിരിക്കും ഇമേജ് കിട്ടുക? 15 സെന്റർ ഓഫ് കർവേച്ചറിൽ വെക്കുമ്പോ എഫിന്റെ സൈഡ് ഇടയ്ക്ക് ആണോ? സെന്റർ ഓഫ് കർവേച്ചറിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ അങ്ങനെയാണ് അച്ചു കിട്ടുക. സെന്റർ ഓഫ് കർവേച്ചറിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ എഫിന്റെ സൈഡ് ഇടയ്ക്കാണ് ഇമേജ് കിട്ടുക. അത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കേസാണ് സെന്റർ ഓഫ് കർവേച്ചർ. അത് മാറിപ്പോണ എങ്ങനെയാ പറഞ്ഞോ? സെന്റർ ഓഫ് കർവേച്ചറിൽ വെക്കുമ്പോ സെന്റർ ഓഫ് കർവേച്ചറിൽ തന്നെ കിട്ടും. സെന്റർ ഓഫ് കർവേച്ചറിൽ വെക്കുമ്പോ സെന്റർ ഓഫ് കർവേച്ചറിൽ തന്നെ, അല്ലാണ്ട് എവിടെ കിട്ടുക? അപ്പൊ 30 സെന്റിമീറ്റർ മാറ്റി സെന്റർ ഓഫ് കർവേച്ചറിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് എവിടെയായിരിക്കും? സെന്റർ ഓഫ് കർവേച്ചറിൽ തന്നെ ആയിരിക്കും. എന്തേ ജീലാനി? സെന്റർ ഓഫ് കർവേച്ചറിൽ ഒബ്ജക്റ്റ് വെക്കുക ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കേസിൽ ചോദിച്ചേ. ഓക്കെ, എല്ലാരും ബുക്ക് എടുത്തോ. അലൈന റെക്കോർഡ് ക്ലാസ് കേട്ടോ? ഇന്നലെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഇന്നലെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന്റെ കേസാണോ റെക്കോർഡ് ക്ലാസ് കേട്ടു എന്നുള്ളതിന്റെ കേസാണോ? രണ്ടിന്റെ കൂടെ കേസാണ് അല്ലെ? ഞാൻ എന്റെ ബോർഡ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അനശ്വര, ഏത് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് നിർത്തിയേ? അത് ആൻസർ ചെയ്തല്ലേ നിർത്തിയേ? അതെ സാർ. ഓക്കെ, അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഷുഡ് ബി ഒബ്ജക്റ്റ് വി തെറ്റിപ്പോയായിരുന്നു കുറച്ചു പേരുടെയൊക്കെ സാർ ചോദിച്ചായിരുന്നു. അയ്യോ, അത് ഭയങ്കര പ്രശ്നമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ? ഞാനത് മറന്നിരിക്കാറ്. വേറെ പറഞ്ഞല്ലോ പിന്നെ 1/f 1/u ഒക്കെ ഇല്ലേ, അതിന്റെ എക്സാമ്പിൾ ആയിട്ട് 30, 20 പിന്നെ -10 അങ്ങനെയൊക്കെ ചെയ്താണ്. അത് സെയിം സൈഡാന്നുള്ള കുറെ പേർക്ക് തെറ്റിപ്പോയി. പിന്നെ ഈ മാറ്റുന്നത് കുറെ പേർക്ക് തെറ്റിപ്പോയി അല്ലെ? നിങ്ങൾക്ക് ശരിയാക്കാൻ ഒരു അവസരം തരാം. സെയിം പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യനും കൂടി തരാം കേട്ടോ. അപ്പൊ തെറ്റിപ്പോയവർക്കൊക്കെ ഇപ്പൊ ശരിയാക്കാം. ഓക്കെ, ബോർഡ് ഇപ്പൊ ഷെയർ ആയിക്കോളൂ കേട്ടോ. ബോർഡ് ഷെയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, സെയിം പാറ്റേണിൽ നോക്കുക കേട്ടോ. ഇതോടെ കഴിഞ്ഞ് നമുക്ക് മാഗ്നിഫിക്കേഷൻ പഠിക്കാം. എ കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് a concave lens of focal length 15 centimeter forms an image 10 centimeter from the lens. 10 centimeter from the lens. How far is the object? How far is the object placed from the lens? Placed from the lens. ഇമേജ് എവിടെ കിട്ടിയിരിക്കുന്നെന്ന് പറഞ്ഞിട്ടില്ല. റൈറ്റ് സൈഡ് ആണോ ലെഫ്റ്റ് സൈഡ് ആണോന്ന് ഈ പിള്ളേർ എങ്ങനെ ചെയ്യാനാണ്? ഫോംസ് ആൻഡ് ഇമേജ് 10 സെന്റിമീറ്റർ ഫ്രം ദി ലെൻസ് എന്ന് മാത്രം കൊടുത്തിരിക്കുകയാണ് പാവം പിള്ളേരെ ചുറ്റിക്കാൻ വേണ്ടിയിട്ട്. ഇവരെങ്ങനെ ചെയ്യും? അത് റൈറ്റ് സൈഡ് ആണോ ലെഫ്റ്റ് സൈഡ് ആണോ എന്നൊക്കെ അറിയാണ്ട്. നോക്കട്ടെ. ക്വസ്റ്റ്യൻ ബോർഡിലുണ്ടല്ലോ. ബോർഡിൽ കുറച്ച് കാണുള്ളൂ. അപ്പൊ ഞാൻ ബോർഡ് കറക്റ്റ് ചെയ്തരാം. ഇപ്പൊ എങ്ങനെയാ ബോർഡില്? ഇപ്പോഴോ? ഇപ്പോഴും കുറച്ചുള്ളോ? ശരി. ആ ക്വസ്റ്റ്യൻ എഴുതി കഴിയുമ്പോ ഒന്ന് പറഞ്ഞു കേട്ടോ. ആദ്യം ഫസ്റ്റ് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ലെൻസ്. ഏത് ലെൻസിന്റെ പ്രോബ്ലം ആണ് ഞാൻ ചെയ്യുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, എ കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 15 സെന്റിമീറ്റർ ഫോംസ് ആൻ ഇമേജ്. എവിടെയാണെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഇമേജ് ഫോം ചെയ്തെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. 10 സെന്റിമീറ്റർ ഫ്രം ദ ലെൻസ്. ഹൗ ഫാർ ഇസ് ദ ഒബ്ജക്റ്റ് ഫ്രം ദ ലെൻസ്? ഓക്കെ,
ഇത് ഏത് ലെൻസ് ആണ് അഫ്രാലി? ഇത് ഏത് ലെൻസ് ആണ്? കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് അല്ലെ. അപ്പൊ ഞാനിവിടെ ഒരു കോൺകേവ് ലെൻസ് ചുമ്മാ വരച്ചു വെച്ചു. കോൺകേവ് ലെൻസ്, ഞാനത് മറക്കാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു കോൺകേവ് ലെൻസും അതിന്റെ പ്രിൻസിപ്പൽ ആക്സിസും ഒക്കെ വരച്ചു വെച്ചു. ഓക്കെ ഓക്കെ. ഒബ്ജക്റ്റ് ഇരിക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല അല്ലെ. ഇമേജ് 10 സെന്റിമീറ്റർ എവിടെയാന്ന് പറഞ്ഞിട്ടില്ല. ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ടല്ലേ. ഫോക്കൽ ലെങ്ത് അതായത് എഫിലേക്കുള്ള ഡിസ്റ്റൻസ് അത് മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. വേറെ ഒന്നുമില്ലല്ലോ, ഒബ്ജക്റ്റിന്റെ ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. വേണേ എഫ് ഇവിടെ മാർക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. എഫ് ഈസ് ഇക്വൽ ടു എത്രയാണ്? 15 സെന്റിമീറ്റർ അല്ലെ. 15 സെന്റിമീറ്റർ അങ്ങോട്ടേക്കും 15 സെന്റിമീറ്റർ. ഓക്കെ. കൺഫ്യൂഷൻ ആവുമെങ്കിൽ ഒരു സൈഡ് മാത്രം മാർക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. ഇനി ഒബ്ജക്റ്റ് ഇമേജ് എവിടെയാ കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലായ എത്ര പേരുണ്ട്? ഇതിന്റെ ഇമേജ് എവിടെയാ കിട്ടിയിരിക്കുന്നത് മനസ്സിലായിരുന്നു കൈപിടിക്ക്. മുഖത്തിന് നേരെ കൈ പിടിച്ചാൽ എനിക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഇങ്ങനെയൊക്കെ പിടിച്ചാൽ ഇങ്ങനെ കാണാം. ഇമേജ് എവിടെയാ കിട്ടിയിരിക്കുന്നതെന്ന് എത്ര പേർക്ക് മനസ്സിലായിട്ടില്ല? ഒന്ന് കൈ ഇനി ഓക്കെ കൈ താത്തിക്കും. ഇനി മനസ്സിലാവാത്തവരൊന്ന് കൈവയ്ക്കേ. ഇമേജ് എവിടെയാ കിട്ടിയേക്കുന്നതെന്ന് മനസ്സിലാവാത്തവര്. അനശ്വര ഇത് ഏതിൽ പെടുന്നതാണ്? ഫാത്തിമ ഫൈറൂസ് ഏതിൽ പെടുന്നതാണ്? മനസ്സിലായതിലാണോ മനസ്സിലാവാത്തതിലാണോ? ഫാത്തിമ ഫൈറൂസ് ഏതിലാണ്? ഏതിലാണ്? മനസ്സിലായെന്നാണോ മനസ്സിലായില്ല എന്നാണോ? സാർ ചോദിച്ചത് ഇമേജ് എവിടെ കിട്ടിയെന്ന് ഇമേജ് മനസ്സിലായോ? റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ മനസ്സിലായോ? അനശ്വരയ്ക്ക് മനസ്സിലായോ? ഓക്കെ. ഫാത്തിമ ഫൈറൂസിന് മനസ്സിലായോ? റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ ഇമേജ് എന്ന്? ഫാത്തിമ ഫൈറൂസ് പെട്ടെന്നാവട്ടെ, ഡാറ്റ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാവട്ടെ. പറഞ്ഞോ. മനസ്സിലായില്ല? മനസ്സിലായി. ചൂടാവുകയാണ്. ഓക്കെ. മനസ്സിലായെന്ന് പറഞ്ഞേ. എവിടെയാണ്? എവിടെ? ലെഫ്റ്റിലാന്ന് എങ്ങനെയാ മനസ്സിലായ? അവിടെ ലെഫ്റ്റ് എന്ന് അവർ മിണ്ടിയിട്ടും കൂടെ ഇല്ല. ചുമ്മാ പറയല്ലേ. ലെഫ്റ്റ് എന്ന് എങ്ങനെയാ മനസ്സിലായേ? നമ്മളൊരു കേസ് അതിൽ അതേ ഒരു കേസ് ഉള്ളൂ. ഓക്കെ. എപ്പോഴും ഇമേജ് ഫോം ചെയ്യുന്ന എവിടെ ആയിരിക്കും? ലെഫ്റ്റ് സൈഡിലായിരിക്കും. അപ്പൊ അവിടെ ഒന്ന് എഴുതി വെക്കണ്ടേ അല്ലേ? നമ്മൾ ആൻസർ മാത്രം എഴുതി പോവല്ല കേട്ടോ. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതണം. അതിനാണ് നോട്ട്ബുക്ക് കേട്ടോ. അല്ലാണ്ട് ആൻസർ മാത്രം എഴുതാൻ ഗൈഡ് അല്ല ഇത് കേട്ടോ. അപ്പൊ എഴുതി വെച്ച അതിനകത്ത് എന്താണ്? കോൺകേവ് ലെൻസ് ഓൾവേസ് ഫോം ഇമേജ് അറ്റ് ലെഫ്റ്റ് സൈഡ് എന്നോ, അല്ലെങ്കിൽ കോൺവെക്സ് ഇല്ല, കോൺകേവ് ലെൻസ് ഓൾവേസ് ഫോം വിർച്വൽ ഇമേജ് അറ്റ് ലെഫ്റ്റ് സൈഡ് എന്ന് എഴുതി കേട്ടോ. പറഞ്ഞോ. ആരാ പറയുന്നേ? ഫാത്തിമ ഇസ്മായിൽ ചോദിച്ചോ. ഡൗട്ട് ഇല്ല സാർ, കംപ്ലീറ്റ് ചെയ്തു. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്. ഓക്കെ. ഭീമ പി സിദ്ദീഖ് നിങ്ങൾ ഫുൾ എഴുതി കഴിഞ്ഞോ? ആൻസർ ഒക്കെ റെഡിയാ? ഇത് കൊള്ളാലോ. ഓക്കെ. അപ്പൊ എഫ് കിട്ടിയില്ലേ? എഫ് ഫോക്കൽ ലെങ്ത്. ഇനി ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ദിയ? ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ദിയ അങ്ങനെ ദിയക്ക് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായ? അതിനകത്തൊന്നും പറഞ്ഞില്ല. അതിനകത്ത് വെറുതെ 15 മാത്രമല്ല കൊടുത്തത്. അത് കോൺകേവ് ആയതുകൊണ്ട് അല്ലേ. അത് കോൺകേവ് ആയതുകൊണ്ട് ഇതൊക്കെ ക്വസ്റ്റ്യനിൽ നോട്ട് ചെയ്ത് വെച്ചോ. കോൺകേവ് ആയതുകൊണ്ട് ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ. ഇനി അതാ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം എന്ന് പറഞ്ഞത്. ഇത് കോൺകേവ് ലെൻസ് ആയതുകൊണ്ടാണ് ഈ 15 എന്നുള്ളത് എന്തായത്? -15 ആയത് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എഴുതുവാണ് v = -15. ഇതെങ്ങനെ എനിക്ക് മനസ്സിലായത്? കോൺകേവ് ലെൻസ് എന്ന് പറയുന്ന സാധനം ലെഫ്റ്റ് സൈഡിൽ വിർച്വൽ ഇമേജ് മാത്രമേ ഫോം ചെയ്യുള്ളൂ കേട്ടോ. കോൺകേവ് ലെൻസ് ഓൾവേസ് ഫോം വിർച്വൽ ഇമേജ് അറ്റ് ലെഫ്റ്റ് സൈഡ്. വിർച്വൽ ഇമേജ് എന്ന് മാത്രം എഴുതണ്ട, അറ്റ് സെയിം സൈഡ് ഓഫ് ഒബ്ജക്റ്റ് എന്നോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് എന്നോ ഒക്കെ എഴുതാം. ഓക്കെ. ഇനി ഫോക്കൽ ലെങ്ത് എന്ന്, അപ്പൊ ഈ ലെഫ്റ്റ് സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ലൈറ്റ് ലെഫ്റ്റിൽ നിന്ന് വരുന്നു എന്ന് അസ്യൂം ചെയ്തിട്ടാ കേട്ടോ. അതെ, ആ കാര്യം മറക്കരുത് കേട്ടോ. ലൈറ്റ് എപ്പോഴും നമ്മൾ ലെഫ്റ്റിൽ നിന്നേ എടുക്കുന്നുള്ളൂ, റൈറ്റിൽ നിന്നുള്ള ലൈറ്റർ നമ്മൾ എടുക്കുന്നില്ല. ഓക്കെ. ഫോക്കൽ ലെങ്ത് -15 അല്ലേ. ഫോക്കൽ ലെങ്ത് -15 സെന്റിമീറ്റർ. ഓക്കെ. നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇക്വേഷൻ ഒന്ന് പറഞ്ഞ. ലെൻസ് ഫോർമുല ആരാ പറയാ? അഫ്നാൻ ഒന്ന് പറഞ്ഞ മോളെ. ലെൻസ് ഫോർമുല ഒന്ന് പറഞ്ഞേ. 1/f = 1/v - 1/u. 1/v - 1/u. അപ്പൊ 1/f. ഇനി ഇവിടെ നിന്ന് ഇത് കണ്ടുപിടിക്കാനല്ലേ നമ്മുടെ അത് ചോദിച്ചാൽ 1/u ആണ് അല്ലെ. നിങ്ങൾ എല്ലാവരും അല്ലെ, നിങ്ങൾ ഒരു 70% പേരോളം ഇന്നലെ തെറ്റിച്ച ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടെ എന്താ ചെയ്യണമെന്ന് അറിയാം. ഞാൻ ഇവിടെ മാറ്റിയിട്ടിട്ട് വേറൊരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കുവാണ്. ഞാൻ എന്താ ചെയ്യാ?
10 എന്ന് പറയുന്നത് 12 2 കുറയ്ക്കുന്നതാണ്. ശരിയല്ലേ? ഞാൻ നോക്കിയപ്പോ എനിക്ക് ഈ രണ്ടാമത്തതാണ് കിട്ടേണ്ടത്. അപ്പൊ എനിക്ക് ഈ 2 കിട്ടണമെങ്കിൽ, ഈ 2 കിട്ടണമെങ്കിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം? ഈ 12 അല്ലേ 10 കുറയ്ക്കണ്ടേ? അല്ലെ? ഈ 12 10 കുറയ്ക്കണം 2 കിട്ടണമെങ്കിൽ, അല്ലെ? അപ്പൊ ഇവിടെ 1/u കിട്ടണമെങ്കിൽ ഞാൻ ഈ 1/u-വിൽ നിന്നുമാണ് എന്ത് കുറയ്ക്കേണ്ടത്? 1/f. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾക്ക് തെറ്റിപ്പോവില്ല. ഓക്കെ, അപ്പൊ ഇവിടെ 2 കിട്ടാൻ വേണ്ടി 12 10 അല്ല കുറച്ച്. അപ്പൊ ഇവിടെ 1/u കിട്ടാൻ വേണ്ടി 1/v 1/f കുറയ്ക്കുക. കറക്റ്റ് ഇക്വേഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എടുക്കുക, ഒരു കൺഫ്യൂഷനും വേണ്ട, നേരെ കിട്ടും. 1/v-യിൽ നിന്നും 1/f കുറയ്ക്കുക. അപ്പൊ എന്ത് കിട്ടും? 1/-15 മൈനസ് 1/-15. ഇങ്ങനെ തന്നെ വരിക. 2 - 15. ഓക്കെ, ബാക്കി ചെയ്ത് നോക്കും. പറഞ്ഞോളൂ. പറഞ്ഞോ. -10 അല്ലേ? -10 ആണ് അല്ലേ? ഓക്കെ ഓക്കെ, നിനക്ക് ഇടയ്ക്ക് ഞാൻ തെറ്റിക്കും കേട്ടോ, നിങ്ങളത് മനസ്സിലാക്കാം. ഓക്കെ, -10 ആയിരിക്കും. ഓക്കെ, താങ്ക് യു. ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നാവട്ടെ. ഇവിടെ 2 മൈനസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ അഡീഷൻ സബ്സ്ട്രാക്ഷന്റെ റൂൾസ് ഒക്കെ നോക്കുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് അൽഹേനെ വിളിക്കാം കേട്ടോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ അൽഹ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താ? ഇവിടെ നോക്കി ചെയ്താൽ മതി. ഇനി ആ പുസ്തകമൊക്കെ മറിച്ച് ഇനി അവിടെ നിന്ന് വേണ്ട, ഇതിലും പറഞ്ഞാൽ മതി. -1 ഇങ്ങനെ പറ. 1 into അങ്ങനെ പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവുള്ളൂ. ഇവർക്ക് ഒന്നും അറിയില്ലാത്തവരാണ് നമ്മൾ പറയാനായിട്ട്. പറഞ്ഞു. 1 into -50. നിക്ക് 1 into -15 അല്ലേ? ഇത് ഇങ്ങനെ വരും അല്ലേ? 1 into -15. ഓക്കെ, എന്ത് വരും? 1 into -15 -15. അടുത്ത പറ. 1 into -10. 1 into -10 എത്രയാ? -10. ഇനി സെന്ററിൽ എന്ത് സൈനാ ഞാൻ ഇടണ്ട? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. ഓക്കെ, ഇനി താഴെയോ? -10 into -15. -10 into -15 അല്ലേ? -10 into -15. ഓക്കെ, ഇനി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ. 2 നെഗറ്റീവ് സൈൻ അടുത്തടുത്ത് കിടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതെന്താവും? മൾട്ടിപ്ലൈ ചെയ്യുന്ന റൂളാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സൈനുകൾ അടുത്തടുത്ത് വരുമ്പോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എങ്ങനെ? 2 നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ പോസിറ്റീവ് അല്ലെ? ഗേൾ പോസിറ്റീവ്, ബോയ് പോസിറ്റീവ്, ബോയ് ഗേൾ നെഗറ്റീവ്. ട്രിക്ക് പറഞ്ഞു തന്നിട്ടില്ല? അപ്പൊ അതുപോലെ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എന്താണ്? പോസിറ്റീവ് ആണ്. നെഗറ്റീവ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണ പോലെ തന്നെ കേട്ടോ. അപ്പൊ നെഗറ്റീവ് എന്താവും? പോസിറ്റീവ് ആവും. +10 എന്നാവും. ഓക്കെ, ഇതാ ഇവിടെ. അതെ, പിന്നെ അത് തന്നെ വന്നേക്കും. നെഗറ്റീവ് അല്ല എത്രയാ വരിക? നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ പോസിറ്റീവ്. അപ്പൊ 10 into 50 എന്ന് പറയുമ്പോ 150 അല്ല? ഇതല്ലേ കിട്ടുക? വിച്ച് ഇസ് ഈക്വൽ ടു ഇതെന്താ ചെയ്യണ്ടേ? ഡിഫറന്റ് സൈൻ ആണെങ്കിൽ എന്താണ് ആഷ്ണമോളെ ചെയ്യുക? ഡിഫറന്റ് സൈൻ ആണെങ്കിൽ ആഡ് ചെയ്യുമല്ലേ ചെയ്യുക? നമ്മളിപ്പോ 10 - 5 എന്ന് പറഞ്ഞാൽ 10 5 ആഡ് ചെയ്യുമല്ലേ ചെയ്യുക? സബ്സ്ട്രാക്ട് ചെയ്യണം അല്ലെ? ഡിഫറന്റ് സൈൻ ആണെങ്കിൽ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യണം. 15 നിന്ന് 10 സബ്സ്ട്രാക്ട് ചെയ്ത് 5. ഇനി സൈൻ ഏതിന്റെ ഇട്ട് കൊടുക്കുക? സൈൻ എപ്പോഴും ഏതിനും ആഷ്ണമോള് തന്നെ പറഞ്ഞോ? റെസ്റ്റ് എടുക്കുവാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ. വലിയ നമ്പറിന്റെ സൈൻ അല്ലെ? ഇതിനകത്ത് വലിയ നമ്പർ ഏതാ? 15 ആണോ വലുത്? 10 ആണോ വലുത്? 15 ആണോ വലുത്? 10 ആണോ വലുത്? 15 ആണ്. ഓക്കെ, അപ്പൊ 15ന്റെ സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. അപ്പൊ -5/150 എന്ന് വരും. ഓക്കെ, ഇനി 5/150 ചെയ്യുമല്ലേ നിഷാന ജമാൽ? ഞാൻ ചെയ്തു തുടങ്ങും കേട്ടോ. 5/150. നിഷാന പറഞ്ഞോ. അയ്യോ, അതെന്താ? എനിക്ക് 1/u അല്ല വേണ്ടേ? 1/u ആരും ചോദിച്ചിട്ടില്ല. എന്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് u ആണ്. അപ്പൊ u is equal to 150/-5. എത്ര കിട്ടി? അത് കണ്ടാൽ തന്നെ അറിയാലോ. -30 അല്ലെ? സൈനും കൂടെ നോക്കണം കേട്ടോ. പോസിറ്റീവ് ആദ്യം നിങ്ങൾ ചുമ്മാ ഡിവൈഡ് ചെയ്താൽ മതി. സൈൻ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. പോസിറ്റീവ് നെഗറ്റീവ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷന്റെ സെയിം റൂൾ ആണ് ഡിവിഷനും. പോസിറ്റീവ് നെഗറ്റീവ് ഡിവൈഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഡിവൈഡ് ചെയ്താൽ പോസിറ്റീവ് ഡിവൈഡ് ചെയ്താൽ പോസിറ്റീവ്. ഓക്കെ, -30 സെന്റിമീറ്റർ ഇട്ട് എത്ര വരേണ്ടത് ഇതിനകത്ത്? മോത്തിനാര് പിടിച്ചേ? ഇത് എത്ര പേരാ നോക്കി. ഇന്നലെ എന്തായിരുന്നു അവസ്ഥ? ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഓക്കെ, കൈതാത്തി. അപ്പൊ ഇക്വേഷനില് ശ്രദ്ധിക്കുക കേട്ടോ. ഇക്വേഷൻ ഇടുമ്പോ ശ്രദ്ധിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോണ്ട്. ഓക്കെ, അതെവിടെ പറയാനുള്ളൂ.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ആരെങ്കിലൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കെ. ആരെങ്കിലും ബോർഡിലുള്ള എഴുതുന്നുണ്ടോ? ഇല്ലല്ലോ, ആരും എഴുതുന്നില്ലല്ലോ ബോർഡിലുള്ള. ഓക്കെ, അടുത്ത ഹെഡിങ് മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ. ഓക്കെ, അച്ചു സാറ, വൈ മാഗ്നിഫിക്കേഷൻ എന്നിട്ടല്ലേ വാട്ട് മാഗ്നിഫിക്കേഷൻ? വൈ മാഗ്നിഫിക്കേഷൻ? പറഞ്ഞോ. എന്തിനാ മാഗ്നിഫിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്? എന്ത് കാര്യത്തിന്? എന്ത് മാഗ്നിഫിക്കേഷൻ ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? അച്ചു പറഞ്ഞോ. ഒബ്ജക്റ്റിന്റെ സൈസും ഇമേജിന്റെ സൈസും തമ്മിലുള്ളൊരു റേഷ്യോ, അല്ലെങ്കിൽ വേറൊരു സെന്റൻസിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. എങ്ങനെയാ? ഒബ്ജക്റ്റിന്റെ സൈസിന്റെ എത്ര ടൈംസ് വലുതാണ് ഇമേജ്? ഓക്കെ, നമ്മൾ കമ്പയർ ചെയ്തിട്ടേ സൈസ് പറയാൻ പറ്റുള്ളൂ അല്ലെ? കമ്പയർ ചെയ്യാണ്ട് നമുക്ക് സൈസ് പറയാൻ പറ്റുമോ? കമ്പയർ ചെയ്യാണ്ട് സൈസ് പറയാൻ പറ്റുമോ? പറ്റില്ല. കമ്പയർ ചെയ്യണം അല്ലെ? രണ്ടു വസ്തുക്കളെ കമ്പയർ ചെയ്തിട്ടേ നമുക്ക് സൈസ് പറയാൻ പറ്റുള്ളൂ, സ്പീഡ് പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ മാഗ്നിഫിക്കേഷനിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന രണ്ട് സൈസ് ആണ്. ഓക്കെ, ഇപ്പൊ രണ്ട് സൈസ് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഞാൻ പറയും ഇവിടെ മാഗ്നിഫിക്കേഷൻ 2 ആണെന്ന് പറയും. ഓക്കെ, ഇവിടുത്തെ മാഗ്നിഫിക്കേഷൻ ഇങ്ങനെ എഴുതി വെക്കരുത് കേട്ടോ. ഇതിന്റെ മാഗ്നിഫിക്കേഷൻ 2 ആണ്, കാരണം ഈ നെയിലിന്റെ 2 ടൈംസ് ആണ് ഇത്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ മാഗ്നിഫിക്കേഷൻ 2 ആണെന്ന് പറയും. അപ്പൊ മനസ്സിലായോ? അതുപോലെ ഒബ്ജക്റ്റിന്റെ സൈസും ഇമേജിന്റെ സൈസും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുവാണ്. അതായത് ഒബ്ജക്റ്റിന്റെ എത്ര ടൈംസ് ആണ് ഇമേജ് എന്ന് നമ്മൾ കമ്പയർ ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്ന? മാഗ്നിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, കൂടുതൽ കഥാപ്രസംഗം നടത്തണ്ടല്ലോ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് മാഗ്നിഫിക്കേഷൻ. ഓക്കെ, എഴുതിക്കും. മാഗ്നിഫിക്കേഷൻ എന്ന് ഹെഡിങ് കൊടുത്തു. മാഗ്നിഫിക്കേഷൻ എഴുതിക്കോ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദി ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഹൈറ്റ് ഓഫ് ദി ഇമേജും ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും തമ്മിലുള്ളൊരു റേഷ്യോ ആണ് മാഗ്നിഫിക്കേഷൻ. ഭീമ പി സിദ്ദീഖിന് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. It is the ratio of height of the image to the height of the object. Okay, അപ്പോൾ ഒബ്ജക്റ്റിന്റെ എത്ര ടൈംസ് ആണ് ഇമേജ്? അത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു ലാംഗ്വേജിലും ഞാൻ വേറൊരു സെന്റൻസിലും നമുക്ക് ഇത് പറയാന്ന് പറഞ്ഞിട്ടില്ല. മാഗ്നിഫിക്കേഷൻ നമുക്ക് രണ്ട് രീതിയിലേക്ക് ഡിഫൈൻ ചെയ്യാം. എന്നാലും ഇപ്പൊ എന്തെന്ന് പറയാം? ഇറ്റ് ഷോസ് ഹൗ മെനി ടൈംസ് സൈസ് ഓഫ് ദി ഇമേജ് ഇസ് ലാർജർ ദാൻ ദി സൈസ് ഓഫ് ദി ഒബ്ജക്ട്. ഓക്കെ, അങ്ങനെ എഴുതി വെച്ചു. രണ്ട് രീതിക്ക് എഴുതി വെച്ചു. ഓക്കെ, it shows how many times the image is larger than the object. It shows how many times image is larger than the object. Image ഒബ്ജക്റ്റിനേക്കാൾ എത്ര ടൈംസ് ലാർജർ ആണെന്ന് കാണിക്കുന്നതാണ് മാഗ്നിഫിക്കേഷൻ. ഓക്കെ, ഇനി മാഗ്നിഫിക്കേഷന് രണ്ട് ഇക്വേഷൻ ആണുള്ളത്. അമാനിലാഹി, ഏതൊക്കെയായിരുന്നു ആ ഇക്വേഷൻ? HI/HO. പിന്നെ ഒരു ഇക്വേഷൻ കൂടെ പഠിച്ചു. ഏതാണ്? മൈനസ് അങ്ങ് മൈനസ് ചെയ്തേ കേട്ടോ. ഓക്കെ, ലെൻസിന്റെ മൈനസ് വേണ്ട. ലെൻസിന്റെ ഇക്വേഷനിൽ എന്തുള്ളൂ? V/U എന്നാണ് ലെൻസിന്റെ ഇക്വേഷൻ. ആ ഒരു മാറ്റമുള്ളൂ. ഓക്കെ, അപ്പൊ രണ്ട് ഇക്വേഷൻ ആണ് മാഗ്നിഫിക്കേഷൻ ഉള്ളത്. ഒന്ന് HI/HO. Okay, M equal to height of the image by height of the object എന്ന് പറയാം. അല്ലെങ്കിൽ M equal to V/U. ലെൻസില് ഇവിടെ നെഗറ്റീവ് വേണ്ട, പക്ഷെ എവിടെ നെഗറ്റീവ് വേണം? ലെൻസ് ഫോർമുലക്കകത്ത് നെഗറ്റീവ് വേണം. ഓക്കെ, അങ്ങനെ ആലോചിച്ചാൽ മതി. ലെൻസ് ഫോർമുലയിൽ ഇല്ലാത്ത ആ നെഗറ്റീവ് നമ്മൾ ഇവിടുന്ന് ലെൻസ് ഫോർമുലയിൽ നിന്ന് നമ്മൾ എന്തായിരുന്നു? നെഗറ്റീവ് ആണ് ഇട്ട് കൊടുത്തത് അല്ലെ? ആ നെഗറ്റീവ് എവിടെ നിന്നാണ് വന്നേ? ഈ മാഗ്നിഫിക്കേഷന്റെ ഇവിടെ നിന്നാണ് വന്നതെന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഓക്കെ, എക്സാമിന് എഴുതരുതെന്നു കേട്ടോ. ഞാനത് പ്രത്യേകം എടുത്തു പറയുന്നത് ചിലതൊന്നും നിങ്ങൾ എക്സാമിന് വേണ്ടിയല്ല, ചിലതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്ന പൊട്ടത്തിലാണ്. ഓക്കെ, അപ്പോ ആ നെഗറ്റീവ് ഇവിടുന്ന് വന്നെന്ന് വിചാരിച്ചാൽ മതി. ഈ മാഗ്നിഫിക്കേഷൻ ഇവിടുന്ന് വന്ന നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ?
അപ്പൊ നമ്മള് ലെൻസ് ഫോർമുല അല്ല മാഗ്നിഫിക്കേഷന്റെ ഡെഫിനിഷൻ പഠിച്ചു. മാഗ്നിഫിക്കേഷന്റെ HI/HO വാല്യൂ അതുപോലെ V/U രണ്ട് ഇക്വേഷൻ ഉണ്ട് മാഗ്നിഫിക്കേഷൻ എന്ന് പഠിച്ചു. ഇനി ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ഓൾറെഡി കുറച്ച് മുന്നേ ഒരു 4-5 കേസ് ചെയ്ത് ഓർക്കണ്ട? ലെൻസ് ഫോർമുല പഠിച്ചപ്പോ ഒരു കേസ്, ആ 4 കേസിലെ മാഗ്നിഫിക്കേഷൻ ഒന്ന് നോക്കാവോ? നിങ്ങൾ ലെൻസ് ഫോർമുല പഠിച്ചപ്പോ ഒരു 3-4 കേസ് ചെയ്തില്ലേ? എവിടെയാ? ലെൻസ് ഫോർമുലയുടെ താഴെ ഒരു 3-5 കേസ് ചെയ്തില്ലേ? ഓക്കെ, ആ 5 കേസിലെയും ഒന്ന് ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് റഫായിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ ഒന്ന് എടുത്തിട്ട് കറക്റ്റ് ആണോ നോക്കി. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ ഫസ്റ്റ് കേസിൽ നോക്കി. തഫ്സിയ, ഫസ്റ്റ് കേസിൽ എത്രയായിരുന്നു ഹൈറ്റ് ഓഫ് ദി ഇമേജും ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും? Height of the object 3 centimeter. Height of the image -1 centimeter. ആ, ഹൈറ്റ് ഓഫ് HI/HO അല്ലെ ഫസ്റ്റ് കേസ്. കേസ് 1 അല്ലെങ്കിൽ കേസ് 1 കേട്ടോ. കേസ് 1 അവിടെ എഴുതിപ്പോക്കോ. അല്ല, നല്ല കേസ് 1 എഴുതിപ്പോക്കോ. അപ്പൊ ഏതിലെയാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ടേബിൾ ഗിവൺ ഇൻ അല്ലെങ്കിൽ എവിടെയുള്ള ലെൻസ് ഫോർമുലയിലുള്ള ടേബിൾ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് അവിടെ എവിടെയെങ്കിലും കേട്ടോ. അല്ല, ലെൻസ് ഫോർമുല ചെയ്ത കേസ് കേട്ടോ. സെയിം കേസസ് ലെൻസ് ഫോർമുലയില്ല. അപ്പൊ പിന്നെ നമ്മൾ ആ ലെൻസും ആ ഇമേജും ഒബ്ജക്റ്റ് ഒന്നും വരയ്ക്കണ്ട, കോമൺ ആയിട്ട് ഇത് മതി. അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ സെയിം കേസ് ആണ്. അപ്പൊ ഇതിനകത്ത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് എത്രയായിരുന്നു കിട്ടിയേ? എത്രയായിരുന്നു? ആർക്കെങ്കിലും മനസ്സിലാകത്തുണ്ടോ എവിടെയാണ് ആ ടേബിൾ എന്ന്, എവിടെയാണ് ചെയ്തെന്ന് മനസ്സിലാവാത്തവര്? ടേബിൾ അല്ല, നമ്മൾ കേസ് 1, കേസ് 2, കേസ് 3, കേസ് 4, കേസ് 5. ഓക്കെ, ആ ഒന്ന് പറഞ്ഞു. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എത്ര കിട്ടി? ഇപ്പൊ ആരാ പറഞ്ഞ ആള് തന്നെ പറഞ്ഞോ. ആ പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ. ഹൈറ്റ് ഓഫ് ദി ഇമേജും ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം. ടേബിൾ അല്ല, കുറച്ച് 4-5 കേസുകൾ ചെയ്തില്ലേ ലെൻസ് ഫോർമുലയുടെ താഴെ? കേസ് 1, കേസ് 2, എന്നിട്ട് ഓരോ കേസിലെയും ഹൈറ്റ്. ഞാൻ ഒബ്ജക്റ്റ് ഹൈറ്റ്, ഇമേജ് ഹൈറ്റ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ് ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അൽഹ കണ്ടോ? കാണാത്ത ആരെങ്കിലും ഉണ്ടെന്ന് കൈവയ്ക്ക്. നിങ്ങൾ കാണാതെ വെറുതെ കണ്ടു എന്ന് പറയാം. അമീൻ ഷാജി 1. പിന്നെ അമീനെ ലെൻസ് ഫോർമുല എടുക്ക്. ലെൻസ് ഫോർമുല അതിന്റെ താഴെ നോക്ക്. ലെൻസ് ഫോർമുലയുടെ താഴെ അല്ല, ലെൻസ് ഫോർമുലയുടെ മുകളിൽ നോക്ക്. ലെൻസ് ഫോർമുലയുടെ മുകളിൽ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ കഴിഞ്ഞിട്ട് അത് തന്നെ. നമ്മൾ ആ വരച്ച് ചെയ്തതാണ് അത് തന്നെ, ആ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ കഴിഞ്ഞിട്ട്. സാർ അതിന്റെ യുവും വിയും വെച്ചുള്ള ഇക്വേഷനും ചെയ്യണോ അതോ HIയുടെ ഇക്വേഷനും ചെയ്യണ്ടേ? നമുക്ക് മാഗ്നിഫിക്കേഷന് മാത്രം മതി. UV എന്ന് നമ്മൾ ഇനി എഴുതണ്ടല്ലോ. നമ്മൾ ഓൾറെഡി 4-5 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇനിയും വരും, ഇനിയും ആ ഇക്വേഷൻസ് ഒക്കെ വരും മാഗ്നിഫിക്കേഷന്റെ പ്രോബ്ലം. അപ്പൊ കുഴപ്പമില്ല. നിങ്ങളിപ്പോ മാഗ്നിഫിക്കേഷന്റെ വാല്യൂസ് ഒക്കെ ഒന്ന് അതിനകത്ത് നോക്കിയാൽ എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയാ മാഗ്നിഫിക്കേഷന്റെ കേട്ടോ. HI/HO എത്ര കിട്ടുക ഒന്ന് പറഞ്ഞ. അബിയ സുൽത്താൻ എന്ന് പറഞ്ഞ HI/HO എത്ര കിട്ടുക? 3 അല്ലല്ലോ, -1/3. കേസ് 1 കിട്ടുന്ന -1/3. V/U ചെയ്താൽ അങ്ങനെയല്ലേ കിട്ടുക? അല്ലെ, V/U ചെയ്താലും നമുക്ക് എങ്ങനത്തെ തന്നെയാ കിട്ടുക? V/U ചെയ്താ M = V/U ചെയ്താലും നമുക്ക് കിട്ടുക എത്രയായിരിക്കും? എത്രയാ? +1/-3 V ഡിസ്റ്റൻസ് എത്രയാ? V+8 V എത്രയാണ്? +8 ആണ് അല്ലെ. +8/-24 -24. അപ്പൊ 1/-1/3 അല്ലേ? അല്ലെ, താഴെ നെഗറ്റീവ് മേളിലിട്ട് ഇട്ടാലൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കാരണം ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എന്തായാലും 0.33 കിട്ടുള്ളൂ. ഇതിനകത്ത് -0.33 ആണ്, ഇതിനകത്ത് -0.33 ആണ്. അപ്പൊ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ കണ്ട -1/3. അതുപോലെ കേസ് 2 നിങ്ങളൊന്ന് നോക്കി. കേസ് 2 എങ്ങനെയാ കിട്ടുന്നത് നോക്കി. കേസ് 2 രണ്ടാമത്തെ കേസിൽ. അപ്പൊ ഈ കേസ് എവിടെയാന്ന് അവിടെ എഴുതി വെച്ചേക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ നോക്കുമ്പോ ഇത് എവിടെന്നാ വന്നതെന്ന് തോന്നും. M = HI/HO. മാഗ്നിഫിക്കേഷൻ നോക്ക്. ആരാ പറയാ? തഫ്സിയ പറഞ്ഞു. HI/HO എത്ര കിട്ടി? HI/HO അമീനെ കിട്ടിയോ? അമീന് കിട്ടിയോ? ഓക്കെ, തഫ്സിയ പറഞ്ഞു. HI/HO എത്ര കിട്ടാ? -2/2 -2/2 അല്ലെ, which is equal to -1. ഓക്കെ, ഇനി ആരാണ്? നിഷാന. V/U വെച്ചിട്ട് പറഞ്ഞേ, അതേ ഇക്വേഷൻ V/U വെച്ചിട്ടൊന്ന് പറഞ്ഞേ. 20/-20. 20/-20 എത്ര കിട്ടാ?
1 ആണോ -1 ആണോ? -1. ഓക്കെ. ഇനി അടുത്ത് മൂന്നാമത്തെ കേസ് ചെയ്തോ, തേർഡ് കേസ്. ആ കേസ് ഞാൻ മാഗ്നിഫിക്കേഷനോടെ വേണ്ടിയിട്ടാണ് 5 കേസ് ചെയ്തത് കേട്ടോ. നമ്മളതുകൊണ്ട് ഇനിയിപ്പോ വരച്ച് സമയം കളയണ്ട, ഇതങ്ങ് നേരെ എഴുതിയാൽ മതി. കേസ് 3. ഓക്കെ, മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു HI/HO. എല്ലാത്തിലും ഇക്വേഷൻ എഴുതണം കേട്ടോ. ഞാൻ എഴുതുന്നില്ലേ, ഞാൻ ഫിസിക്സ് ഇപ്പൊ വർഷങ്ങളായിട്ട് പഠിപ്പിച്ചിട്ട് ഞാൻ തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും എഴുതാലോ, നിങ്ങളൊന്നുമല്ല ആദ്യമായിട്ട് ഇതൊക്കെ പഠിക്കുന്നതല്ലേ. അപ്പൊ എഴുതി ഓരോന്നിലും താഴെ എഴുതിക്കോ, അല്ലെങ്കിൽ നമ്മൾ മറന്നുപോകും കേട്ടോ. ഇത് HI/HO എന്ന് പഠിച്ചു പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് HO/HO എന്ന് എഴുതാൻ വരില്ല, അത് ഞാൻ ഗ്യാരണ്ടി കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് എഴുതി പോകും HI/HO എന്ന്. അപ്പൊ എനിക്ക് എഴുതാൻ തോന്നണല്ലോ HO/HI എന്ന്. അല്ലാത്തവൻ അത് ഇങ്ങോട്ടും മാറിപ്പോയി. എക്സാമിന് ഇരിക്കുമ്പോൾ HO ആണോ വേണ്ട HI ആണോ വേണ്ട എന്നൊക്കെ തോന്നും. ഓക്കെ, ഫാത്തിമ സുബൈർ പറഞ്ഞോ മൂന്നാമത്തെ കേസ്. -3/1. -3/1 അല്ലെ. -3/1 which is equal to -3. -3. ഓക്കെ, അടുത്തത് ആരാ പറഞ്ഞ? അരീന പറഞ്ഞു. M = V/U വെച്ചിട്ട് പറഞ്ഞു. 18/-6. 18/-6 എത്ര കിട്ടുക? -3. -3. ഓക്കെ, ഇനി കേസ് 4. M = HI/HO. ഓക്കെ, ആരാ പറയാ? ആദിൽ പറഞ്ഞു. +6/+2. അവിടെ ഒരു മാറ്റം അല്ലെ. ഇമേജിന്റെ ഹൈറ്റ് പോസിറ്റീവ് ആണ്, വിർച്വൽ ആണ്. ഓക്കെ, +6/+2 എത്ര കിട്ടുക? 3 കിട്ടും. ഹാരിസെ V/U വെച്ചിട്ട് പറഞ്ഞു. V/U വെച്ചിട്ട് ഹാരിസെ. സർ -15/-5. -15/-5 എത്ര കിട്ടുക? +3. ഓക്കെ, ഇനി ലാസ്റ്റ് കേസ് 5. കേസ് 5. M = HI/HO. ഒന്ന് പറഞ്ഞ അനീറ്റ, എത്ര കിട്ടുക? അനീറ്റ പറഞ്ഞോ. അനീറ്റ കേൾക്കുന്നില്ല? ഫാത്തിമ സാല പറഞ്ഞു. ഫാത്തിമ സാല കേൾക്കുന്നുണ്ടോ? പറഞ്ഞു. സർ കേസ് 5 കഴിഞ്ഞു. അല്ല, കേസ് 5 പറഞ്ഞു, അതിനകത്ത് ഹൈറ്റ് പറഞ്ഞു. അല്ല, എന്താണ് നമ്മള് മുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിരുന്നു കേസ് 5. മുമ്പ് പറഞ്ഞതാ? ഏത്? HI/6/2. 4/2 അല്ലേ കേസ് 5? എനിക്ക് ഒട്ടേതാണ്, ഇവർക്ക് ഒട്ടേതാണ്. എന്താ പറഞ്ഞോ എന്തായാലും. കേസ് 5 കോൺകേവ് ലെൻസ് ഉണ്ട്. അതല്ല നമ്മൾ അതിലെ കേസല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതിൽ ഇത് രണ്ടാമത്തേൽ ചെയ്ത കേസ് ഉണ്ടല്ലോ, ഞാൻ ആ കേസാട്ടോ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? നമ്മള് ആക്ടിവിറ്റിയില് ഇതിനകത്ത് ഇതിന്റെ ഇമേജ് ഫോർമേഷനിലെ കേസല്ല, നമ്മൾ ഇതിന്റെ താഴെ ഓരോ കേസായിട്ടല്ലേ എടുത്ത്, അതുകൊണ്ട് പറഞ്ഞാണ് കേസ് 1 കേസ്. അല്ലാണ്ട് ഇതെല്ലാം ഒരു എണ്ണത്തിന് നമ്മൾ അതിൽ ചെയ്തതായിട്ട് കമ്പയർ ചെയ്യണ്ട കേട്ടോ. ഓക്കെ, കേസ് 5 ഏതാ? നമ്മൾ ഇതിന്റെ അടുത്ത് കോൺകേവ് ലെൻസിന്റെ അടുത്ത് കേസ് 5. ഓക്കെ, പറഞ്ഞോ കേസ് 5 പറഞ്ഞോ. ഒരു കോൺകേവ് ലെൻസ് ആരാ പറയാ? ആൽഷിഫ പറഞ്ഞു. ആൽഷിഫ +2/+4. +2/+4 കേട്ടോ. ഇത് അതിന്റെ 5ാമത്തെ കേസായിട്ട് കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ. അങ്ങനെ ആവണമെങ്കിൽ നിങ്ങൾ എന്ത് കേസ് 7 എഴുതിക്കോ, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോ കേസ് +2/+4 അല്ലെ. +2/+4 which is equal to എത്ര ആൽഷിഫ കിട്ടുക? 1/2.
1/2. ഇനി മുഹമ്മദ് അൻഷിദ് സാർ എത്ര കിട്ടാ m = v/u വെച്ച് ചെയ്യുമ്പോ -4/-8 -4/-8 എത്രയായിരിക്കും വാല്യൂ? 1/2. 1/2. ഓക്കെ. ഫാത്തിമ ടീൻ എന്ത് മനസ്സിലായി ഇതൊക്കെ കണ്ടുപോ? ഫാത്തിമ ടീൻ ഒന്നും മനസ്സിലായില്ലെന്ന് മനസ്സിലായില്ലേ? പറഞ്ഞോ ഫാത്തിമ, പറഞ്ഞോ. എന്താ മനസ്സിലായി? 5 കേസ് കണ്ടപ്പോ എന്താ മനസ്സിലായത്? എന്തെങ്കിലും മനസ്സിലായ എന്തെങ്കിലും പറ. ആ ഡയഗ്രാം നോക്കിയിട്ട് ഇവിടെ എവിടെയൊക്കെ പോസിറ്റീവ് വന്നു നമുക്ക് ആദ്യം നോക്കാം. എവിടെയൊക്കെ പോസിറ്റീവ് വന്നേ? ദേ ഇവിടെയും കേസ് 4-ൽ എനിക്ക് മാഗ്നിഫിക്കേഷന്റെ വാല്യൂ പോസിറ്റീവ് കിട്ടി, കേസ് 5-ലും കിട്ടി. ഈ കേസ് 4-ലും കേസ് 5-ലും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? നോക്കി, ആ പ്രത്യേകത മനസ്സിലായവർ കൈവക്കി. കേസ് 5-ലും കേസ് 4-ലും എന്തെങ്കിലും പ്രത്യേകത ഇമേജിനുണ്ടോ? ആളുകൾ നോക്കട്ടെ. ഓക്കെ. ഒന്ന് പറഞ്ഞു കൊടുത്തേ അഫ്നാന, എന്ത് പ്രത്യേകത കേസ് 4-ലും കേസ് 5-ലും ഉള്ളത്? വെർച്വൽ ഇമേജ്. അതെ, അപ്പൊ വിർച്വൽ ഇമേജിന് മാഗ്നിഫിക്കേഷന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ എഴുതിക്കൂ ഇതിന്റെ കൺക്ലൂഷൻ ആയിട്ട്. എക്യുപ്പ് കഴിഞ്ഞു, എൻലൈറ്റണും കഴിഞ്ഞു. ഇനി എക്യുപ്പ് എക്സിക്യൂട്ടും കഴിഞ്ഞു. ഇനി നിങ്ങളുടെ തലച്ചോറ് പ്രവർത്തിക്കട്ടെ. എൻലൈറ്റ് കേട്ടോ, പറഞ്ഞോ, എഴുതിക്കോ അതിനകത്ത് എഴുതിക്കോ. ഫസ്റ്റ് എമ്മിന്റെ വാല്യൂ ഷോർട്ട് ആയിട്ട് എഴുതിയാൽ മതി. ഒത്തിരി വലിച്ചു വരെ എഴുതിയാൽ പിന്നെ നിങ്ങൾ നോക്കാൻ തോന്നില്ല കേട്ടോ. ഇത് ഇങ്ങനെ എഴുതിയാൽ മതി. വിർച്വൽ ഇമേജ് ആണെങ്കിൽ എമ്മിന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. കൺക്ലൂഷൻ എന്തെങ്കിലുമൊക്കെ കൊടുത്തട്ടെ. എമ്മിന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും ഇതിന് വിർച്വൽ ഇമേജ് ആണെങ്കിൽ. ഓക്കെ, അപ്പൊ ദേ അതുപോലെ തന്നെ ഒരു കൺഫ്യൂഷൻ വേണം. നമ്മൾ മിററിലെ പോലെ തന്നെ അല്ലെ, മിററിലും വിർച്വൽ ഇമേജിനും മാഗ്നിഫിക്കേഷന്റെ വാല്യൂ എന്തായിരുന്നു? പോസിറ്റീവ് ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത പിന്നെ സിമ്പിൾ ആണ്. ഫാത്തിമ ഇസ്മായിൽ, ഈ ബാക്കിയുള്ള 3 കേസിലെ ഇമേജ് എങ്ങനെയായിരുന്നു ഫാത്തിമ? ഇമേജ് നെഗറ്റീവ് ആയിരുന്നു അല്ലെ? അല്ല, ഇമേജ് നെഗറ്റീവോ? ഇമേജിന്റെ പ്രത്യേകത എന്തായിരുന്നു? റിയൽ ആണ് അല്ലെ? അപ്പൊ റിയൽ ഇമേജ് വന്നപ്പോ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ എന്താ ഫാത്തിമ നമുക്ക് കിട്ടുക? നെഗറ്റീവ് ആകട്ടെ. ഇത് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഇത് ചെയ്യിപ്പിച്ചത് കേട്ടോ. അപ്പൊ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ ഫോർ റിയൽ ഇമേജ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ എഴുതുക എമ്മിന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും ഫോർ റിയൽ ഇമേജ്. നമ്മൾ വിടുന്നില്ല, നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട് കേട്ടോ. വെറുതെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് മാത്രമല്ല. ഓക്കെ, ഇത് അടുത്ത പിടിച്ചോ. ഇനി നോക്കോട്ടോ, മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 വന്ന കേസ് ഉണ്ടോ നോക്കി. ഇവിടെ 1 വന്നിട്ടുണ്ട് അല്ലെ? ഇത് ഏത് കേസ് ആയിരിക്കും? ഈ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 വന്ന കേസ് ഏതായിരിക്കും? ആർക്ക് പറയാം? മാഗ്നിഫിക്കേഷന്റെ വാല്യൂ അച്ചു പറഞ്ഞു. അലൈന പറഞ്ഞു. വോയിസ് ഓൺ ചെയ്താൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഈക്വൽ ആവുമ്പോ, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും ഹൈറ്റ് ഓഫ് ദി ഇമേജും എന്താവുമ്പോ? ഈക്വൽ ആവുമ്പോ അല്ലെ? അപ്പൊ എന്താ വരിക? മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 ആയിരിക്കും അല്ലെ? അപ്പൊ അതും ഒരു അറിവല്ലേ. നമ്മൾ വീണ്ടും അടുത്ത കാര്യം പഠിച്ചു. ഹൈറ്റ് ഓഫ് ദി ഇമേജും ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും ഈക്വൽ ആണെങ്കിൽ, ആദ്യം മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 ആവുന്ന എപ്പോഴാണ്? വെൻ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഈക്വൽ ടു ദി ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഓക്കെ, ഹൈറ്റ് ഓഫ് ദി ഇമേജും ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഈക്വൽ ആയി കഴിഞ്ഞാൽ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 വരും. അപ്പൊ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ -1 വന്നാൽ അത് ഉറപ്പിച്ചോ. അത് ഏത് കേസാണ് സാറാ? മാഗ്നിഫിക്കേഷന്റെ വാല്യൂ -1 എന്ന് കണ്ടാ ഉറപ്പിച്ചോ. പിന്നെ ഒരു ഡൗട്ടും വേണ്ട, അത് ഏത് കേസായിരിക്കും? അറ്റ് സി. അത് സെന്റർ ഓഫ് കർവേച്ചറിലെ കേസായിരിക്കും. ഓക്കെ, ഇടയ്ക്ക് ചോദിക്കും എമ്മിന്റെ വാല്യൂ -1 ആണെന്ന് കേട്ടാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നു? അപ്പൊ നിങ്ങൾ പറയാ ഞങ്ങൾക്ക് മനസ്സിലായി, ഹൈറ്റ് ഓഫ് ദി ഇമേജും ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും ഈക്വൽ ആണ്. അതോടൊപ്പം തന്നെ ഡിസ്റ്റൻസ് ടു ദി ഒബ്ജക്റ്റും ഡിസ്റ്റൻസ് ടു ദി ഇമേജും ഈക്വൽ ആണെന്നും അതോടുകൂടി തന്നെ എനിക്ക് മനസ്സിലായി സെന്റർ ഓഫ് കർവേച്ചറിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. 3 കാര്യങ്ങളും മനസ്സിലാവും. ഓക്കെ, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. ഓക്കെ, അപ്പൊ 1 ആണെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഈക്വൽ ആണ്. ഇനി 1-ലും താഴെ വന്നാൽ എങ്ങനെയാന്ന് നമുക്ക് നോക്കാം കേട്ടോ. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1-ലും താഴെ വരുന്ന ഒരു കേസ് നോക്കാം. അത് ഏതാണ്? മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1-ലും താഴെ വരുന്നത് ഫസ്റ്റ് കേസ് അല്ലെ? കേസ് 1. ഇതിൽ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1-ലും താഴെയാണ്. പിന്നെ എവിടെയാ 1-ലും താഴെ വന്നേക്കുന്നത്? ലാസ്റ്റ് കേസ് 5-ലും 1-ലും താഴെയാണ്. എന്ത് മനസ്സിലായിരുന്നു കൈവയ്ക്ക്? മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1-ലും താഴെ വന്നാൽ എന്താണെന്ന് മനസ്സിലായവര്? അയ്യോ, പകുതി പേർക്ക് മനസ്സിലായുള്ളൂ.
ആ 75% ഉള്ളു എന്നാലും. ഓക്കെ കൈതാത്തിക. ഫാത്തിമ ബീവി പറഞ്ഞു മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 താഴെയാണെങ്കിൽ എന്ത് മനസ്സിലാവും ഫാത്തിമ ബീവിക്ക്? ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റിനേക്കാളും കുറവായിരിക്കും. അതെ, അതായത് ഡിമിനിഷ്ഡ് അല്ലേ നോക്കി അല്ലെ? മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 താഴെ വന്നാൽ ആ ഇമേജ് ഡിമിനിഷ്ഡ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഒബ്ജക്റ്റിനേക്കാളും ചെറുതാണ്. അപ്പൊ എവിടെയെങ്കിലും മാഗ്നിഫിക്കേഷന്റെ വാല്യൂ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 താഴെയാണ് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അപ്പൊ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ചെറുതാണ്, അതായത് സിയുടെ പുറയിലായിരിക്കും ഇമേജ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുക അല്ല, അപ്പോഴല്ലേ ഡിമിനിഷ്ഡ് ഇമേജ് കിട്ടുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മാജിക് നമ്പർ ആണ്, പവർഫുൾ ആയിട്ടുള്ള ഒരു മാജിക് നമ്പർ ആണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരും. ഓക്കെ, അപ്പൊ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 താഴെ. എല്ലാവരും ചെക്ക് ചെയ്യണം കേട്ടോ, കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. എനിക്കും നിങ്ങൾക്കും ഒക്കെ തെറ്റുകൾ പറ്റും കേട്ടോ, അതുകൊണ്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് പോക്കോ. ഓക്കെ, അപ്പൊ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 താഴെയാണ്, HI ലെസ് ദാൻ HO. ഇനി മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 കൂടുതലാണെങ്കിൽ 1 കൂടുതൽ വരുന്ന കേസ് നോക്കി. അതിനകത്ത് ഇമേജ് എങ്ങനെയാന്ന് നോക്കിയോ? 1 കൂടുതൽ. നിങ്ങൾ ആ റേ ഡയഗ്രം നോക്കിയാൽ മതി. ആ റേ വരച്ചിട്ടുണ്ടല്ലോ അല്ല, ഒരു ഡയഗ്രം വരച്ചിട്ടുണ്ടല്ലോ 5 കേസ്, അതിൽ നോക്കിയാൽ മതി ഏതാണ് 1 കൂടുതൽ വരുന്നത്. കേസ് 3 കേസ് 4 നോക്കിക്കോ. കേസ് 3 ആൻഡ് കേസ് 4 അതിൽ രണ്ടിലല്ലേ 1 കൂടുതൽ വരിക. കേസ് 3 ആൻഡ് കേസ് 4 നോക്കിക്കോ. വണ്ണിലും കൂടുതൽ വന്നപ്പോ എന്താ മനസ്സിലായത്? മുഹമ്മദ് സാബിത്തിന് എന്താ മനസ്സിലായേ 1 കൂടുതൽ വന്നപ്പോ? മുഹമ്മദ് സാബിത്തെ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 കൂടിയപ്പോ സാബിത്തിന് എന്താ മനസ്സിലായി? സാബിത്തെ പെട്ടെന്ന് വോയിസ് ഓൺ ചെയ്തേ. HOനേക്കാളും HI കൂടുതലാണ്. അതായത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് എൻലാർജഡ് ആണെന്ന് അല്ലെ? ഇമേജ് എൻലാർജഡ് ആണെന്നല്ല അതിന്റെ മീനിങ്? ഓക്കെ. അപ്പൊ ഇവിടെ എഴുതുക കേട്ടോ. ഇനി മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 ആണെങ്കിൽ HO ആണ് HIനേക്കാളും. അല്ല, ഇത് ഞാൻ എഴുതിയത് തിരിഞ്ഞോ? ഇല്ലല്ലോ. HI ആണ് HOനേക്കാളും വലുത്. ഇതിന്റെ കൂടെ തന്നെ ഇവിടെ ഒന്ന് നിങ്ങളൊന്ന് എഴുതി വെച്ചേ, സെയിം സൈസ്. ഓക്കെ, ഇവിടെ എഴുതുക ഡിമിനിഷ്ഡ് ഇമേജ്. ഇവിടെ എഴുതുക എൻലാർജ്ഡ് ഇമേജ്. ഓക്കെ, കഴിഞ്ഞാ? ഡിമിനിഷ്ഡ് ഇമേജ്, എൻലാർജ്. ഇപ്പൊ ഈ 5 കാര്യങ്ങൾ നമുക്ക് മാഗ്നിഫിക്കേഷനിൽ നിന്ന് ഇത്രയും ചെയ്തതെന്ന് മനസ്സിലാക്കണം. ഈ 5 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടേബിൾ വരച്ചത്. 1 2 3 4 5. ഓക്കെ, ഇത് മനസ്സിലായെന്നറിയാം. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു 4-5 ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾ അതിൽ നിന്ന് ആ ഇമേജിന്റെ പ്രത്യേകത, ഞാൻ ഒരൊറ്റ നമ്പർ മാത്രമേ പറയുള്ളൂ, മാഗ്നിഫിക്കേഷൻ നമ്പർ മാത്രമേ പറയുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഇമേജിന്റെ പ്രത്യേകതകൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഞാൻ പറയാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതണമെങ്കിൽ എഴുതിക്കോ. ഫൈൻഡ് ഔട്ട് ദ നേച്ചർ ഓഫ് ഇമേജ്. ഫൈൻഡ് ദ നേച്ചർ ഓഫ് ഇമേജ്. ഫൈൻഡ് ദ നേച്ചർ ഓഫ് ഇമേജ്. Find the nature of image. Question A. 2 m equal to +2. നിങ്ങള് 3 പ്രത്യേകത ഉണ്ടല്ലോ നമ്മൾ പഠിച്ചത്. അത് വിർച്വൽ ആണോ ഇറക്റ്റ് ആണോ എന്ന് പറയാ, ഡിമിനിഷ്ഡ് ആണോ എൻലാർജ്ഡ് ആണോ എന്ന് പറയാ, വിർച്വൽ ആണോ റിയൽ ആണോ എന്ന് പറയാ, ഇറക്റ്റ് ആണോ ഇൻവേർട്ടഡ് ആണോ എന്ന് പറയാ, ഡിമിനിഷ്ഡ് ആണോ എൻലാർജ്ഡ് ആണോ എന്ന് പറയാ. അതവിടെ എഴുതി വെച്ചോ, പെട്ടെന്ന് എഴുതി. ഓക്കെ, ഇനി ഒന്ന് കണ്ണടച്ചേ. ഇപ്പൊ മനസ്സിലാവാത്തവരെ ഞാൻ പിടിക്കാൻ പോവാ. കണ്ണടച്ചോ. ആ വാല്യൂ ഒക്കെ നോക്കിയിട്ട് കണ്ണടച്ചോ കേട്ടോ. ശരിക്കും കണ്ണടച്ചേ. ഇനി കണ്ണു തുറക്കണ്ട. ഓക്കെ, എത്ര പറഞ്ഞ +2 അല്ലേ? ഓക്കെ, കണ്ണടച്ചേ.
ഇത് വിർച്വൽ എന്ന് കിട്ടിയ ഒരു 1 എന്ന് കാണിക്കുക, ഇറക്റ്റ് റിയൽ എന്ന് കിട്ടിയ ഒരു 2 എന്ന് കാണിക്കുക. വിർച്വൽ കിട്ടിയ ഒരു 1 എന്ന് കാണിക്കുക, റിയൽ കിട്ടിയ ഒരു 2 എന്ന് കാണിക്കുക. പെട്ടെന്ന് കാണിച്ചോ. നിങ്ങൾ കൊള്ളാലോ. ഓക്കെ 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 ഓക്കെ. കണ്ണു തുറന്നു. ഇനി കണ്ണ് വീണ്ടും അടച്ചോ, അല്ലെങ്കിൽ കണ്ണടച്ചിരുന്നോ കേട്ടോ, ഉറങ്ങരുതേ. ഓക്കെ, കണ്ണടച്ചിരുന്നു. 3 കഴിഞ്ഞിട്ട് കണ്ണ് തുറന്നാൽ മതി. ഇൻവേർട്ടഡ് ഇറക്റ്റ് നേരെ കിട്ടിയ ഒരു 1 കാണിക്കുക, ഇൻവേർട്ടഡ് കിട്ടിയ ഒരു 2 കാണിക്കുക. നേരെ കിട്ടിയ ഒരു 1 കാണിക്കുക, ഇൻവേർട്ടഡ് കിട്ടിയ ഒരു 2 എന്ന് കാണിക്കുക. വിർച്വൽ ഇമേജസ്. അഫ്രാലി, അനശ്വര, കണ്ണു തുറന്നേ. എല്ലാരും കണ്ണു തുറന്നോ. വിർച്വൽ ഇമേജ് അല്ല കിട്ടിയേ, അത് നേരെയാണോ ഇൻവേർട്ടഡ് ആണോ? ഇറക്റ്റ് ആണോ ഇൻവേർട്ടഡ് ആണോ? ഇറക്റ്റ് അല്ല. അപ്പൊ നേരെ കിട്ടിയ 1 കാണിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നത് വിക്ടറി. ഇത് പരാജയമാണ് ശരിക്കും കേട്ടോ ഇപ്പൊ കേട്ടോ. ഓക്കെ, 1 ആണ് വേണ്ടത്. ഓക്കെ, കാരണം എന്താ? ഇറക്റ്റ് ആണ് കേട്ടോ. ജിലാനി കഥ എഴുതുവാണ് അല്ലെ, അയാൾ കഥ എഴുതുകയാണ്. ഓക്കെ, ജിലാനി ഇവിടെ ശ്രദ്ധിക്കട്ടോ, ഇവിടെ ശ്രദ്ധിക്കും. ഓക്കെ, തേർഡ് വൺ. ഒരെണ്ണം കൂടി ഉണ്ട്. സൈസിന്റെ കാര്യം പറഞ്ഞില്ല നമ്മള്. ഓക്കെ, കണ്ണടച്ചോ. ശരിക്കും കേട്ടോ. എൻലാർജ്ഡ് കിട്ടിയ ഒരു 1, സെയിം സൈസ് കിട്ടിയ ഒരു 2, ഡിമിനിഷ്ഡ് കിട്ടിയ ഒരു 3. പെട്ടെന്ന് കാണിച്ചേ എല്ലാവരും. മുഖത്തിന് നേരെ പിടിക്കുക, എന്നാലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, എല്ലാവർക്കും എൻലാർജൻ ആണോ? ഓക്കെ, വെരി ഗുഡ്. അയ്യോ, അനശ്വര എന്ത് പറ്റി? എനിക്ക് കേട്ടില്ല ഞാൻ പറഞ്ഞത് ശരിക്കും. ഓക്കെ, അപ്പൊ പിന്നെ അടുത്തേല് നമുക്ക് ചോദിക്കാം. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഇനി തുറന്നു. അപ്പൊ എത്ര ടൈംസ് ആണെന്ന് കൂടെ പറയാമോ? എന്തായാലും നമ്മൾ ഇത്തരം പറഞ്ഞില്ലേ, എത്ര ടൈംസ് ആയിരിക്കും ഒബ്ജക്റ്റിന്റെ, എത്ര ടൈംസ് ആയിരിക്കും ഇമേജ്? ആർക്ക് പറയാം? ഒരാൾ വോയിസ് ഓൺ ചെയ്ത് പറഞ്ഞേ, ഒരു ധൈര്യശാലി വോയിസ് ഓൺ ചെയ്ത് പറഞ്ഞേ. 2 ടൈംസ്. എന്താ സംശയം അല്ലെ? മാഗ്നിഫിക്കേഷൻ വാല്യൂ 2 ആണെങ്കിൽ 2 ടൈംസ് ആണ്. മാഗ്നിഫിക്കേഷൻ വാല്യൂ 1/2 ആണെങ്കിൽ ഹാഫ് ടൈംസ് ആയിരിക്കും. ഹാഫ് ടൈംസ് പറഞ്ഞാൽ ഇത്ര ഇല്ല കേട്ടോ, ഇത്രേ ഉള്ളൂ, പകുതിയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എഴുതി വെച്ചോ. മാഗ്നിഫിക്കേഷൻ 2 ആണെങ്കിലുള്ള അതിന്റെ മീനിങ് എഴുതി വെച്ചോ. ഓക്കെ, മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 2 ആണെങ്കിൽ ആ ഇമേജ് വിർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, അത് കൂടെ തന്നെ എൻലാർജ്ഡ് ആയിരിക്കും. വിർച്വൽ, ഇറക്റ്റ് ആൻഡ് എൻലാർജ്ഡ്. ഓക്കെ, ഇനി അടുത്ത് ബിയിൽ ഞാൻ തരാൻ പോകുന്ന മാഗ്നിഫിക്കേഷന്റെ വാല്യൂ -3 ആണ് കേട്ടോ. -3. ഇനിയിപ്പോ 2 തന്നെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും എപ്പോഴും 2 ആണല്ലോ, അങ്ങനെയാണോ വരുള്ളൂ എന്നൊക്കെ ചിന്തിച്ചാലോ. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് വാല്യൂ മാറ്റാം, -3 ആക്കാം. ഓക്കെ, -3. 3 പ്രത്യേകത എഴുതി വെച്ചോ. വിർച്വൽ ആണോ റിയൽ ആണോ എന്ന് എഴുതുക, ഇറക്റ്റ് ആണോ ഇൻവേർട്ടഡ് ആണോ എന്ന് എഴുതുക, എൻലാർജ്ഡ് ആണോ ഡിമിനിഷ്ഡ് ആണോ എന്ന് എഴുതുക. ഓക്കെ, കഴിഞ്ഞല്ലോ. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ -3. ഇനി ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയാൽ പോരെ, നിങ്ങൾ നോട്ട് ചെയ്തോളൂ. എല്ലാം ഞാൻ ബോർഡിൽ എഴുതണ്ടല്ലോ അല്ലെ, 10ാം ക്ലാസ് ആയിരിക്കല്ലേ, നിങ്ങൾ ഇങ്ങനെ കളിയാക്കാവോ കേട്ടോ. ഓക്കെ, അപ്പോ ഇവിടെ ശ്രദ്ധിച്ചോ. എല്ലാവരും കണ്ണടച്ചേ. ഇപ്പൊ എത്ര ഞാൻ വാല്യൂ പറഞ്ഞ? -3 അല്ലെ. ഓക്കെ, കണ്ണടച്ചല്ലോ. എല്ലാവരും കണ്ണടച്ചിട്ടുണ്ടല്ലോ. ആരെങ്കിലും കണ്ണുറന്നിരിക്കണ്ടോ? ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. ഇനി -3 കിട്ടിയവര് വിർച്വൽ ആയിട്ടുള്ള ഒരു 1, റിയൽ ആയിട്ടുള്ള ഒരു 2. വിർച്വൽ 1, റിയൽ 2. ഓക്കെ, നിങ്ങൾ സെറ്റപ്പ് ആണ്. ഓക്കെ, ആരോ യഹിയയിൽ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. യഹിയ ആ തളർന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചേക്കുവാണ്. പേന പിടിച്ചേക്കുന്നതാണെന്ന് ഞാൻ വിചാരിച്ചത്. അല്ല. ഓക്കെ, യഹിയ കറക്റ്റ് കാണിച്ചേ, കറക്റ്റ് സ്ക്രീനിൽ കാണിക്കണം കേട്ടോ. ആ കണ്ണൊന്നും കാണുന്നില്ല എനിക്ക്. ക്യാമറ ഇച്ചിരി ഉയർത്തി വെച്ചേ. ക്യാമറ പെട്ടെന്ന് ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാ. ഇങ്ങനെ ഇരിക്കുള്ളൂ. അപ്പൊ എഹിയെ താന്നിരിക്കണോ? എഹിയെ മുട്ടൂത്തിരിക്കണ്ടോ? എനിക്ക് എഹിയുടെ കണ്ണ് കാണുന്നില്ല. അപ്പൊ എഹിയുടെ ആൻസർ ജെന്യൂൻ ആണ്, ഞാൻ എങ്ങനെ അറിയും? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോ നമ്മളിപ്പോ ഇനി ഇൻവേർട്ടഡ് ആണ്, സോറി നേരെയാണ്. ഇറക്റ്റ് ആണെങ്കിൽ 1 കാണിക്കുക, ഇൻവേർട്ടഡ് ആണെങ്കിൽ 2 കാണിക്കുക. കണ്ണടക്കില്ല, കണ്ണടക്കുക. ഇറക്റ്റ് ആണെങ്കിൽ 1, ഇൻവേർട്ടഡ് ആണെങ്കിൽ 2. അലൈനെ കാണിക്കുന്നില്ല. ഇറക്റ്റ് ആണെങ്കിൽ 1, ഇൻവേർട്ടഡ് ആണെങ്കിൽ 2. ഓക്കെ, എല്ലാവർക്കും വിക്ടറി ആണ്, കുഴപ്പമില്ല. ഓക്കെ, ഇനി തേർഡ് വൺ. മൂന്നാമത്തെ എൻലാർജ്ഡ് ആണെങ്കിൽ 1, സെയിം സൈസ് ആണെങ്കിൽ, അല്ല സോറി, ഡിമിനിഷ്ഡ് ആണെങ്കിൽ 1, സെയിം സൈസ് ആണെങ്കിൽ 2, എൻലാർജ്ഡ് ആണെങ്കിൽ 3. ഡിമിനിഷ്ഡ് ആണെങ്കിൽ 1, സെയിം സൈസ് ആണെങ്കിൽ 2, എൻലാർജ്ഡ് ആണെങ്കിൽ 3. അയ്യോ, എന്തിയെ കുറച്ചു പേരൊക്കെ 1 കാണിക്കുന്ന, ഡിമിനിഷ്ഡ് കാണിക്കുന്ന ആരൊക്കെ? അമാന, അച്ചു ഡിമിനിഷ്ഡ് ആയ എന്ത്? ആഷ്നമോക്ക് ഡിമിനിഷ്ഡ് ആണ്, ഹാരിസിന്, ആദിലിനൊക്കെ ഡിമിനിഷ്ഡ് ആണ്, അലൈന, അനശ്വര. എന്ത് ഇവിടെ തെറ്റിപ്പോയെ? ഒന്ന് പറഞ്ഞേ. ഡിമിനിഷ്ഡ് ആവുന്ന എങ്ങനെയാ? നമ്മുടെ മാനിഫെസ്റ്റോ വാല്യൂ 3 അല്ലേ? 3 എന്ന് പറഞ്ഞാൽ 3 ടൈംസ് അല്ലേ?
ഓക്കെ, നിന്നെക്കാളും എനിക്ക് 3 ടൈംസ് പൊക്കമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ കൈ ചെറുതാണെന്നാണ് അതിന്റെ അർത്ഥം. ആണോ? 3 ടൈംസ്, 3 ടൈംസ് അല്ല അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരിക്കും കറക്റ്റ്? അവിടെ എഴുതി വെച്ചോ, തെറ്റി ഒരു തിരുത്ത് കേട്ടാ. അതെന്തൊക്കെയായിരിക്കും? വിർച്വൽ റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും. അല്ല സോറി, എൻലാർജ്ഡ് ആയിരിക്കും. റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, എൻലാർജ്ഡ് ആയിരിക്കും. റിയൽ, ഇൻവേർട്ടഡ് ആൻഡ് എൻലാർജ്ഡ്. ഓക്കെ, റിയൽ, ഇൻവേർട്ടഡ്, എൻലാർജ്ഡ്. ഇനി അടുത്ത മാഗ്നിഫിക്കേഷന്റെ വാല്യൂ എഴുതിക്കോ. m equal to -1. m equal to -1. ഇത് തെറ്റണവരൊക്കെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോവാ കേട്ടോ. ഓക്കെ, പെട്ടെന്ന് m equal to -1. സാർ m is equal to എത്രയാണെന്ന് പറയാമോ? അനുശ്വരൊക്കെ ശരിക്കും കേട്ടോ. -1. -1. ഓക്കെ, -1. ഓക്കെ, കഴിഞ്ഞോ? ഓക്കെ, കണ്ണടച്ചോ. റിയൽ ഓർ വിർച്വൽ. റിയൽ കിട്ടിയ ഒരു 1 വിർച്വൽ ഏതാ നമ്മൾ ആദ്യം പറയാം, ഏതെങ്കിലും ആവട്ടെ. റിയൽ കിട്ടിയ ഒരു 1 വിർച്വൽ കിട്ടിയ ഒരു 2 കാണിച്ചോ. റിയൽ കിട്ടിയ ഒരു 1 വിർച്വൽ കിട്ടിയത് 2 കാണിച്ചോ. റിയലിന് 1, വിർച്വലിന് 2. ഓക്കെ, സെക്കൻഡ് കൈതാത്തിക്കോളൂ. നേരെയാണ്. ഇറക്റ്റ് ആണെങ്കിൽ 1, ഇൻവേർട്ടഡ് ആണെങ്കിൽ 2. ഇറക്റ്റ് ആണെങ്കിൽ 1, ഇൻവേർട്ടഡ് ആണെങ്കിൽ 2. ഇറക്റ്റിന് 1, ഇൻവേർട്ടഡിന് 2. അമീൻ ഷാജി പെട്ടെന്ന് കാണിക്കും, ഫാത്തിമ പി ഒക്കെ കാണിക്കുന്നില്ല കേട്ടോ. ഇറക്റ്റിന് 1, ഇൻവേർട്ടഡിന് 2. ഓക്കെ, ഇനി ഫസ്റ്റ് തേർഡ് വൺ. ഡിമിനിഷ്ഡ് ആണെങ്കിൽ 1, സെയിം സൈസ് ആണെങ്കിൽ ഡിമിനിഷ്ഡ് ആണെങ്കിൽ 1, സെയിം സൈസ് ആണെങ്കിൽ 2, എൻലാർജ്ഡ് ആണെങ്കിൽ 3. ഡിമിനിഷ്ഡ് ആണെങ്കിൽ 1, സെയിം സൈസ് ആണെങ്കിൽ 2, എൻലാർജ്ഡ് ആണെങ്കിൽ 3. ഇതേ ഫാത്തിമ ഫൈറൂസ് ഒക്കെ കണ്ണും തുറന്ന് വെച്ചിരിക്കുകയാണ്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഇവർക്ക്. ഓക്കെ, കണ്ണു തുറന്നു, എല്ലാവരും കണ്ണു തുറന്നു. ഓക്കെ, ശരിയാണ്, എല്ലാവരും ശരിയാണ് കേട്ടോ. ഓക്കെ, എഴുതിക്കോ. എന്തൊക്കെയായിരിക്കും? റിയൽ ആയിരിക്കും, സെയിം സൈസ് ആയിരിക്കും, പിന്നെന്താ പറഞ്ഞ? ഇൻവേർട്ടഡ് ആയിരിക്കും. റിയൽ, സെയിം സൈസ്, ഇൻവേർട്ടഡ്. റിയൽ, സെയിം സൈസ്, ഇൻവേർട്ടഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. മാഗ്നിഫിക്കേഷൻ വാല്യൂ 1/2 അല്ലെങ്കിൽ 0.5. m equal to 1/2 അല്ലെങ്കിൽ 0.5. പെട്ടെന്ന് ചെയ്തോ. 1/2 പകുതി 1/2. എന്താ ഫാത്തിമ ബിമാനോസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ അല്ലെ? പോസിറ്റീവ് എടുത്തോ. കണ്ടോ, വെറുതെ ഒരു വാല്യൂ വെച്ചിട്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാ പറയണേ. നിങ്ങൾക്ക് ക്യാൻഡിലും വേണ്ട, റേ ഡയഗ്രാം വേണ്ട. അതാണ് മാഗ്നിഫിക്കേഷന്റെ പവർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, കഴിഞ്ഞോ. ഓക്കെ, എന്നാ കണ്ണടച്ചാലോ നമുക്ക്. കണ്ണടച്ചോ. എല്ലാവരും കണ്ണ് തുറന്നു വെച്ചിരിക്കരുത് കേട്ടോ. കണ്ണടയ്ക്കാൻ പറഞ്ഞാൽ കണ്ണടച്ചു വെക്കുക. ഓക്കെ, 3 കഴിഞ്ഞിട്ട് ഇനി കണ്ണ് തുറന്നാൽ മതി. ഇനി എപ്പോഴും കണ്ണ് തുറക്കുന്നു അടയ്ക്കുന്നു വേണ്ട. ഓക്കെ, ഫസ്റ്റ് വൺ +1/2 ആണ് അല്ലെ. വിർച്വൽ ആണെങ്കിൽ 1, റിയൽ ആണെങ്കിൽ 2. വിർച്വൽ ആണെങ്കിൽ 1, റിയൽ ആണെങ്കിൽ 2. ഓക്കെ, സെക്കൻഡ് വൺ എല്ലാവരും ശരിയാ. വെരി ഗുഡ്. ഓക്കെ, സെക്കൻഡ് വൺ ഇറക്റ്റ് ആണെങ്കിൽ 1, ഇൻവേർട്ടഡ് ആണെങ്കിൽ 2. ഇറക്റ്റ് ആണെങ്കിൽ 1 കാണിക്കുക, ഇൻവേർട്ടഡ് ആണെങ്കിൽ 2 കാണിക്കുക. ഇറക്റ്റ് ആണെങ്കിൽ 1, ഇൻവേർട്ടഡ് ആണെങ്കിൽ 2. അയ്യോ, ആഷ്ണമോക്ക് വിർച്വൽ ഇമേജ് ഒക്കെ ഇൻവേർട്ടഡ് ആയി പോയാ. എന്ത് പറ്റി? വിർച്വൽ ഇമേജ് അല്ലേ, ഇറക്റ്റ് ആണ്. ലെൻസിനകത്തോട് നോക്കിയപ്പോ തലരിഞ്ഞാണ് കണ്ടേ, നേരെ കണ്ട. ഓക്കെ, തേർഡ് വൺ. ഡിമിനിഷ്ഡിന് 1, സെയിം സൈസിന് 2, എൻലാർജ്ഡിന് 3. ഡിമിനിഷ്ഡിന് 1, സെയിം സൈസിന് 2. ആരിസ് പയ്യെ കണ്ണു തുറന്ന് നോക്കുക, എല്ലാവർക്കും അത് തന്നെയാണോന്ന് അല്ലെ. എന്തിനാണ് ഇതിന്റെയൊക്കെ ആവശ്യം? കണ്ണടച്ചു വെച്ചാ പോരെ. ഓക്കെ, ഇതൊക്കെ ആർക്ക് വേണ്ടിയാ കണ്ണടയ്ക്കാൻ പറയുന്നത്? എനിക്ക് വേണ്ടിയാ? ഓക്കെ. വെരി ഗുഡ്. അപ്പൊ ആരിസ് കള്ളത്തരം കാണിച്ചു, ബാക്കിയുള്ള എല്ലാവരും ഓക്കെ കേട്ടോ. ഓക്കെ, എഴുതി വെച്ചോ. വിർച്വൽ എന്താ പറയാ, വിർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, ഡിമിനിഷ്ഡ് ആണ്. ഇത് ഏത് കേസാന്നൊക്കെ കുറച്ചു പേർക്കൊക്കെ മനസ്സിലായി അല്ലെ. വിർച്വൽ, ഇറക്റ്റ്, ഡിമിനിഷ്ഡ് വരുന്ന കേസ് ഏത്? ആർക്ക് പറയാം? വിർച്വൽ, ഇറക്റ്റ്, ഡിമിനിഷ്ഡ് ഇമേജ് ഫോം ചെയ്യുന്ന ഏത് ലെൻസാ? അലൈന പറഞ്ഞോ. വിർച്വൽ, ഇറക്റ്റ്, ഡിമിനിഷ്ഡ് ഏത് ലെൻസ് ആണ്? കോൺകേവ് ലെൻസ്. കോൺവെക്സ് എന്ന് പറഞ്ഞാൽ തന്നെ അത് മാഗ്നിഫൈങ് ഗ്ലാസ് ആണ്. വലിയ വിർച്വൽ ഇമേജ് അതിനകത്തുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ ഉണ്ടാവും അത് റിയൽ ആയിരിക്കും, ചെറിയ ഇമേജ് ഒക്കെ. വിർച്വൽ ഇമേജ് അത് വേണമെങ്കിൽ അവിടെ നോട്ട് ചെയ്തോ. കോൺവെക്സ് ലെൻസ് ഫോം ചെയ്യുന്ന മാഗ്നിഫൈഡ് വിർച്വൽ ഇമേജ് ആയിരിക്കും. കോൺകേവ് ലെൻസ് ഫോം ചെയ്യുന്ന ഡിമിനിഷ്ഡ് വിർച്വൽ ഇമേജ് ആയിരിക്കും. അതാണെങ്കിൽ എഴുതി വെച്ചോ കേട്ടോ.
കോൺകേവ് ലെൻസ് ഫോം ചെയ്യുന്നത് ഡിമിനിഷ്ഡ് വിർച്വൽ ഇമേജ് ആണ്. കോൺവെക്സ് ലെൻസ് ഫോം ചെയ്യുന്ന മാഗ്നിഫൈഡ് വിർച്വൽ ഇമേജ് ആണ്. ഓക്കെ, ഒരെണ്ണം കൂടി ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. എനിക്ക് നേരെ നിങ്ങളെ പ്രോബ്ലത്തിലേക്ക് കൂടെ ഒരു പേടിയാണ് കേട്ടോ. ഓക്കെ, ഒരെണ്ണം കൂടി ചെയ്യാം. അതെ, അച്ഛനൊക്കെ ഉറക്കം വന്നു പെട്ടെന്ന് ആവട്ടെ. ഒരെണ്ണം കൂടി. ഓക്കെ, ഇതാ പിടിച്ചോ. m ഈക്വൽ ടു നെഗറ്റീവ്, ഇനി 1/2 വേണം, നമുക്ക് വേറെ വാല്യൂ കൊടുക്കാം. 1/3 ആയിക്കോട്ടെ. m ഈക്വൽ ടു നെഗറ്റീവ് 1/3. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ m ഈക്വൽ ടു നെഗറ്റീവ് 1/3 അല്ലെങ്കിൽ നെഗറ്റീവ് 0.3, നെഗറ്റീവ് 0.3 എന്ന് പറയാം, അല്ലെങ്കിൽ നെഗറ്റീവ് 1/3 എന്ന് പറയാം. അനശ്വര 1/3 കേട്ടോ, നെഗറ്റീവ്. ഓക്കെ, മാഗ്നിഫിക്കേഷന്റെ വാല്യൂ നെഗറ്റീവ് 1/3. ഓക്കെ, കഴിഞ്ഞല്ലോ. എല്ലാരും കണ്ണടച്ചോ? കണ്ണടച്ച് പിടിച്ചേ. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോട്ടോ. ഇനി ഫസ്റ്റ് വൺ, റിയൽ ആണെങ്കിൽ 1, വിർച്വൽ ആണെങ്കിൽ 2. റിയൽ ആണെങ്കിൽ 1, വിർച്വൽ ആണെങ്കിൽ 2. റിയൽ ആണെങ്കിൽ 1, വിർച്വൽ ആണെങ്കിൽ 2. അയ്യോ, അഫ്രക്ക് പിന്നെ തെറ്റാ. അഫ്രക്ക് വിർച്വൽ ആണ്. നെഗറ്റീവ് 1/3, നെഗറ്റീവ് 1/3 എന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ 100 തവണ കാരിക്കൊണ്ട് നടന്നു, എന്നിട്ട് പറയാണ് റിയൽ ആണെന്ന്. ഇതേ അല്ലഹ കണ്ണ് തുറന്നിരിക്കട്ടെ അല്ലഹ. ഓക്കെ, ഇനി സെക്കൻഡ് വൺ ഇറക്റ്റ് ആണോ ഇൻവേർട്ടഡ് ആണ്? ഇറക്റ്റ് ആണെങ്കിൽ 1, ഇൻവേർട്ടഡ് ആണെങ്കിൽ 2. ഇറക്റ്റ് ആണെങ്കിൽ 1, ഇൻവേർട്ടഡ് ആണെങ്കിൽ 2. ഇറക്റ്റ് ആണെങ്കിൽ 1, ഇൻവേർട്ടഡ് ആണെങ്കിൽ 2. ഓക്കെ, തേർഡ് വൺ എല്ലാ ഡിമിനിഷ്ഡ് ആണെങ്കിൽ 1, സെയിം സൈസ് ആണെങ്കിൽ 2, എൻലാർജ്ഡ് ആണെങ്കിൽ 3. ഡിമിനിഷ്ഡ് ആണെങ്കിൽ 1, സെയിം സൈസ് ആണെങ്കിൽ 2, എൻലാർജ്ഡ് ആണെങ്കിൽ 3. ഓക്കെ, കണ്ടോ ഇപ്പൊ എന്ത് ജെന്യുവൻ ആയിട്ട് നിങ്ങളുടെ ആൻസർ കിട്ടുന്നത് നോക്കി. അല്ലെങ്കിൽ കുറെ പേര് സാറേ പഠിച്ചു സാറേ എന്നൊക്കെ പറഞ്ഞു പോകും, രക്ഷപ്പെട്ടു പോകും. ഓക്കെ, മതി, കുഴപ്പമില്ല. എഴുതിക്കോ. എഴുതി വെച്ചോ. എന്തൊക്കെയാണ്? റിയൽ അല്ലേ, നെഗറ്റീവ് അല്ല പറഞ്ഞ, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, ഡിമിനിഷ്ഡ് ആണ്. ഓക്കെ, റിയൽ, ഇൻവേർട്ടഡ്, ഡിമിനിഷ്ഡ്. അപ്പൊ മാഗ്നിഫിക്കേഷന്റെ ഒരൊറ്റ വാല്യൂ, മാഗ്നിഫിക്കേഷൻ ക്വസ്റ്റിന് തന്ന ഫുൾ പ്രത്യേകത നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, എഴുതി കഴിഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കിനി നേരെ ന്യൂമറിക്കിലേക്ക് പോവാം. ഇപ്പൊ ന്യൂമറിക്കിൽ ചെയ്യാനുള്ള കുറച്ചൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുണ്ട് നിങ്ങളെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കത് കൂടുതൽ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, നോക്കാം. പിടിച്ചോ. കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ഇമേജ്. ഇന്ന് കണ്ട ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആട്ടോ, പേജ് നമ്പർ 123 കിടക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാണ്ട് നിവൃത്തിയില്ല കേട്ടോ. നിങ്ങൾക്ക് ഇത് ഈസി ആയിരിക്കും, എന്നാലും ചെയ്തോ. കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ഇമേജ് ഫോംഡ് ബൈ. Calculate the magnification of image formed by a convex lens given below. താഴെ ഒരു കോൺവെക്സ് ലെൻസ് തന്നിട്ടുണ്ട്. A convex lens given below. ഒരു കോൺവെക്സ് ലെൻസ് തന്നിട്ടുണ്ട്. ഈ കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. ബോർഡ് ഷെയർ അല്ല. ഓക്കെ, ഇപ്പോഴോ? ഷെയർ ആയില്ലേ? തലയാട്ടിക്ക് ഷെയർ ആയെങ്കിൽ ക്വസ്റ്റ്യനോ? കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുക. ഒരു ഫിഗർ തന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫിഗർ. ഇത് എത്ര സെന്റിമീറ്റർ ആണ്? 4 സെന്റിമീറ്റർ. ഇത് 1 സെന്റിമീറ്റർ. ഇത് കണ്ടുമ്പോ തന്നെ മാഗ്നിഫിക്കേഷൻ കിട്ടിയ എത്ര പേരുണ്ട്? ഞാൻ നോക്കട്ടെ, ഒന്ന് കൈ കാണിച്ചേ. ഈ ഫിഗർ കണ്ടുമ്പോ തന്നെ അതെ, ഇത് ഈസി അല്ലേ, മാഗ്നിഫിക്കേഷൻ കിട്ടി. അങ്ങനെ കിട്ടിയ എത്ര പേരുണ്ട്? ഓക്കെ. ആരൊക്കെ എന്നെ പറഞ്ഞു സാറ് പറഞ്ഞു. എത്രയാണ്? 4 തന്നെയാണ് എല്ലാവർക്കും കിട്ടിയേ. ഫാത്തിമ ടിയൻ എല്ലാവർക്കും കിട്ടിയേ. കാരണം കാണുമ്പോൾ തന്നെ അറിയില്ലേ, കണ്ടോ? ഇത് ഇതിന്റെ 4 ടൈംസ് അല്ലേ ഇമേജ്? 4 ടൈംസ് ആണ് ഇമേജ്, മാഗ്നിഫിക്കേഷൻ 4 ആയിരിക്കും. പറഞ്ഞു. ഓക്കെ, അത് പറയാം. സോറി, നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ വരണമല്ലോ അല്ലെ. ഇത് നെഗറ്റീവ് ഇടുവോ പോസിറ്റീവ് ഇടുവോ? m = സൈൻ വേണം അല്ലെ. സൈൻ ഇല്ലാണ്ട് നമ്മൾ ഇതിനകത്ത് എഴുതൂല. നെഗറ്റീവ് ഇടുവോ പോസിറ്റീവ് ഇടുവോ? നെഗറ്റീവ്. ഇനി അവര് ചുമ്മാ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഡിസ്റ്റൻസ് ഒക്കെ തന്നിട്ടുണ്ട് അതിനകത്ത്. ഇവിടെ 100, ഇവിടെ 25. ഇനി ഇവിടെ 25 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ 25 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും?
ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്? അതും മാഗ്നിഫൈഡ് ആവും. ഹൈറ്റ് മാത്രമല്ല, ഇതും 4 ടൈംസ് ആവും. അപ്പൊ എത്ര വരും? 25ന്റെ 4 ടൈംസ് ആവും. പറഞ്ഞോ ഒരാൾ പറഞ്ഞോ. 100 ആവും കേട്ടോ. അവരിത് രണ്ടും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുവാണ്. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒന്ന് മതി. എന്നാലും ഇത് രണ്ടും അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇത് രണ്ടും അറിഞ്ഞാൽ മതി. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ, കഴിഞ്ഞില്ലേ? അപ്പൊ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ -4 ആണ്. സെന്റിമീറ്റർ എന്ന് എഴുതല്ല കേട്ടോ. അയ്യോ, എന്ത് പറയണ്ടിരുന്ന? സെന്റിമീറ്റർ എന്ന് എഴുതല്ല, അത് റേഷ്യോ അല്ലേ. റേഷ്യോക്ക് യൂണിറ്റ് ഇല്ല. മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു -4. ഓക്കെ, ഇനി ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. എ കോൺവെക്സ് ലെൻസ്, നിങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ. എനിക്കിനി റോൾ ഇല്ല കേട്ടോ, എന്റെ റോള് കഴിഞ്ഞു. എ കോൺവെക്സ് ലെൻസ് produced an inverted image കണ്ട, ക്വസ്റ്റ്യനിൽ എല്ലാ വാക്കും നോക്കണം. എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ, ഒന്നും വെറുതെ അല്ല. ഇൻവേർട്ടഡ് ഇമേജ് മാഗ്നിഫൈഡ് 3 ടൈംസ്. മാഗ്നിഫിക്കേഷൻ കിട്ടി, പക്ഷെ സൈൻ അവർ തന്നിട്ടില്ല. മാഗ്നിഫൈഡ് 3 ടൈംസ്, placed at a distance of 15 centimeter from it. Find out the image distance. ഓക്കെ, കണ്ടുപിടിച്ചോളൂ. ആദ്യം മാഗ്നിഫിക്കേഷന്റെ വാല്യൂ കണ്ടുപിടിക്കട്ടോ. മാഗ്നിഫൈഡ് 3 ടൈംസ് എന്ന് പറഞ്ഞാൽ 3 കിട്ടും നമുക്ക്. പക്ഷെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് അറിയണമെങ്കിൽ ക്വസ്റ്റ്യൻ അരിച്ചു പറക്കണം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും നെഗറ്റീവ് എന്നുള്ളൊരു സൂചന അവർ തന്നിട്ടുണ്ട്, അല്ലാണ്ട് തരില്ലല്ലോ. എവിടെയെങ്കിലും ഉണ്ടാവും നിങ്ങൾക്ക് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതിന്റെ സൂചന. അത് കണ്ടെത്തി എത്ര പേരുണ്ടെന്ന് ഒന്ന് കൈവക്കാവോ? ഓക്കെ, അമീൻ ഷാജി പറഞ്ഞു കൂട്ടാ, എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇൻവേർട്ടഡ് ആണ്, റൈറ്റ് അല്ലെ? ഇത് ഇൻവേർട്ടഡ് എന്ന് കേട്ടാൽ തന്നെ പിന്നെ എന്താ സംശയം? അത് റിയൽ ആണ്. ഇൻവേർട്ടഡ് ആണെങ്കിൽ ആ ഇമേജ് റിയൽ ആണ്, മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണ്. ഓക്കെ, ഇൻവേർട്ടഡ് ആയി. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം m = -3. അല്ലാണ്ട് വെറുതെ 3 എന്ന് എഴുതി പോലും. എപ്പോഴും ശ്രദ്ധിച്ചോളണം കേട്ടോ. ഈ 2 ചാപ്റ്ററിൽ, അതായത് നിങ്ങളുടെ പ്രീവിയസ് ഫിസിക്സ് പഠിച്ച ചാപ്റ്റർ പോലെയല്ല, ഈ 2 ചാപ്റ്റർ വാല്യൂസ് എഴുതുമ്പോൾ എനിക്ക് സൈനും കൂടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്തത് ഡിസ്റ്റൻസ് ആണ് അല്ലെ. ഇത് ലെൻസ് വേണമെങ്കിൽ ഇതേ ലെൻസ് വരച്ചു. ഓക്കെ, 3 ടൈംസ് മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അല്ലെ. ഒബ്ജക്റ്റിന്റെ റിയൽ ഇമേജ് അല്ലേ, 3 ടൈംസ് മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഇമേജ്. ഓക്കെ, ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് 15 സെന്റിമീറ്റർ. ഇനി ഇക്വേഷൻ പോലും വേണ്ടാണ്ട് നമുക്ക് ചെയ്യാം കേട്ടോ. പക്ഷെ നിങ്ങൾ എക്സാമിന് ഇക്വേഷൻ യൂസ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചർ വിചാരിക്കും നിങ്ങൾ അവിടെ നിന്ന് കോപ്പി അടിച്ച് ചെയ്തതാണ് കേട്ടോ. ഇക്വേഷന്റെ മാർക്ക് തരൂല. എത്ര കിട്ടും? ഈ ഡിസ്റ്റൻസ് ഇക്വേഷൻ യൂസ് ചെയ്യാണ്ട് ആർക്ക് പറയാൻ പറ്റും? നമുക്ക് അതിനൊക്കെ കഴിവായിട്ടുണ്ട്. ഇപ്പോൾ ഇക്വേഷൻ യൂസ് ചെയ്യാണ്ട് നമുക്ക് പറയാൻ പറ്റും. ഇക്വേഷന്റെ ആവശ്യമില്ല. ഇത് 3 ടൈംസ് മാഗ്നിഫൈഡ് ആണെന്ന് കിട്ടിയാൽ മതി നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടാൻ. ആർക്കൊക്കെ മനസ്സിലായി ഒന്ന് പറഞ്ഞേ? ഒരാൾ പറഞ്ഞേ. അനീറ്റ പറഞ്ഞോ. 45 ആണ്. കറക്റ്റ് ആണ്, 45 അല്ലെ? നോക്കി, 3 ടൈംസ് അല്ലേ മാഗ്നിഫൈഡ്. അപ്പൊ ഡിസ്റ്റൻസും 3 ടൈംസ് തന്നെ ആയിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, മൾട്ടിപ്ലൈഡ് ആവും. ഡിസ്റ്റൻസും മാഗ്നിഫൈഡ് ആവും എന്ന് വിചാരിച്ചാണ്. ഡിസ്റ്റൻസും വലുതാവും 3 ടൈംസ്. ഓക്കെ, ഇനി ചെറുതായി കഴിഞ്ഞാൽ, ഇമേജ് ചെറുതായി കഴിഞ്ഞാൽ ഡിസ്റ്റൻസും കുറയും. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ. ഇനി ഇത് പക്ഷെ ഇങ്ങനെ നമ്മൾ എക്സാമിന് എഴുതി വെക്കുക. എക്സാമിന് നമ്മൾ ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് ഇക്വേഷനിലൊക്കെ ഇട്ട് ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് m = 3 -3 എന്ന് പറഞ്ഞിട്ടുണ്ട്. u അല്ലെ, v തന്നിട്ടുണ്ട് അല്ലെ. പ്ലേസ്ഡ് അറ്റ് അല്ലെ, u ആണ് തന്നിട്ടുള്ളത് അല്ലെ. പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് പ്ലേസ്ഡ്. എവിടെയാണ്? അല്ല, അതല്ല. അത് കോൺവെക്സ് ലെൻസ് ഇൻവേർട്ടഡ് ഇമേജ് ഫോം ചെയ്യുന്നു. മാഗ്നിഫൈഡ് 3 ടൈംസ് എന്ന് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറഞ്ഞേക്കുന്നത്? Magnified placed at a distance of 15 cm. അയ്യോ, അപ്പൊ ഒബ്ജക്റ്റിന്റെ കാര്യം പറഞ്ഞില്ല അല്ലെ. അതെവിടെ പറയാം നമുക്ക്? മാഗ്നിഫൈഡ് 3 ടൈംസ് വെൻ ആൻ ഒബ്ജക്റ്റ് എന്നാക്കിക്കോ.
when an object is placed, ഇങ്ങനെ ആക്കിക്കോ. സോറി, when an object is placed at a distance of 15 centimeter from it. അപ്പൊ u ആണ്. u15 എന്ന് എഴുതുമല്ലോ ആമിന അഷ്റഫെ, u15 അല്ലേ? നെഗറ്റീവ് ഇട്ട് വേണം എഴുതാനായിട്ട്. -15. ഇവിടെ നിന്ന് v കണ്ടുപിടിക്കുക കേട്ടോ. നമുക്കറിയാം, എന്നാലും നമ്മളൊന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കുക കേട്ടോ. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കുക? അഫിനെ എമ്മും യുവും വിയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? m is equal to v by u. m is equal to v by u. അതായത് -3 equal to v by -15. ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം എന്ന് അറിയില്ലാത്തവര് അപ്പുറം ചെല്ലുക, എന്നിട്ട് 10 equal to 20യുടെ പകുതി എന്ന് എഴുതി നോക്കുക. എന്നിട്ട് 20 കിട്ടാൻ വേണ്ടി എന്താ ചെയ്യുക? ഈ 10നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. v കിട്ടാൻ വേണ്ടി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. v is equal to -15 into -3 കിട്ടും. Okay, which is equal to Fatima Irfana, which is equal to 45. യൂണിറ്റ് ഇല്ല. ഡിസ്റ്റൻസിന് യൂണിറ്റ് ഇല്ല. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണോ ഡിസ്റ്റൻസ്? സെന്റിമീറ്റർ കേട്ടോ. മാഗ്നിഫിക്കേഷൻ ആണ് യൂണിറ്റ് ഇല്ലാത്ത. ഡിസ്റ്റൻസിന് യൂണിറ്റ് ഉണ്ട്. ഓക്കെ, സെന്റിമീറ്റർ. എത്ര സെന്റിമീറ്റർ മാറിയിട്ടാന്ന് പറയണ്ട. അല്ലാണ്ട് നമ്മൾ ഇവിടുന്ന് എത്ര അങ്ങോട്ടേക്ക് എത്ര സെന്റിമീറ്റർ ഉണ്ട് അല്ലെങ്കിൽ എന്ന് ചോദിക്കുമ്പോ 45, 25 എന്നൊക്കെ പറയോ? ഇല്ലല്ലോ, ഡിസ്റ്റൻസ് പറയണം. ഓക്കെ, 45 സെന്റിമീറ്റർ. കണ്ടാ, നമ്മൾ ആ മാഗ്നിഫിക്കേഷന്റെ ടോപ്പിക് കറക്റ്റ് ആണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലാണ്ട് തന്നെ നമുക്ക് ആൻസർ എന്തായാലും കിട്ടും. കണ്ടോ, 15 ആണെങ്കിൽ 45 ആണ്. കാരണം ഹൈറ്റ് മാഗ്നിഫൈഡ് ആണ്, അതുകൊണ്ട് ഡിസ്റ്റൻസും 3 times ആയിരിക്കും. ഓക്കെ, റുക്സാനക്ക് ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രോബ്ലം ചെയ്തു. ഇത് മനസ്സിലാത്ത ആരെങ്കിലും ഒന്ന് കൈവയ്ക്ക്. ക്ലിയർ ആണല്ലോ അല്ലെ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, എക്സാമിനാണ് ഇനി കുഴപ്പമുള്ളൂ അല്ലെ? ഒരു കുഴപ്പമില്ല. ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിച്ചോ. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. അടുത്തൊരു പ്രോബ്ലം പിടിച്ചോ. When an object of height 3 centimeter, when an object of height 3 centimeter is placed at a distance of 30 centimeter from a lens. 30 centimeter from a lens. A real image is formed. At a distance of 60 centimeter. Find out the height of the image ആണ് ചോദിച്ചിരിക്കുന്നത്. Find out the height of the image. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. ഇനിയിപ്പോ ഏകദേശം ഒരു 4 ക്ലാസ്സും കൂടെ വരുമായിരിക്കും ഈ ടോപ്പിക്കിൽ കേട്ടോ, നമ്മുടെ ഈ ചാപ്റ്റർ തീരാൻ. അപ്പൊ അടുത്ത ആഴ്ചത്തേക്ക് ഒരു ആക്ടിവിറ്റീസ് ഒക്കെ കയറി വരും. അപ്പൊ ഞാൻ പറയാം കേട്ടോ, ശനിയാഴ്ച വൈകിട്ട് പറയാം എന്തൊക്കെ വേണം. അതൊക്കെ നിങ്ങളുടെ കിറ്റിൽ ഉണ്ടോ നോക്കുക. ഓക്കെ, ഇതിനകത്ത് ഇപ്പൊ ഇന്നും നാളെ മാഗ്നിഫിക്കേഷൻ തീർന്നോളും. പിന്നെ അടുത്ത ദിവസം അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ, അത് കഴിഞ്ഞിട്ട് ടോട്ടൽ റിഫ്രാക്ഷൻ. 4 ക്ലാസ് മതി. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ. അപ്പൊ ഹൈറ്റ് ഓഫ് ദി ഇമേജ് അല്ലെ, ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ ആദ്യം ഇത് ഏത് ലെൻസ് ആണെന്നാണ് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം. അത് പറഞ്ഞിട്ടുണ്ടോ? ഏത് ലെൻസ് ആണ് അമാൻ? ഏത് ലെൻസ് ഇത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, കോൺവെക്സ്. കോൺവെക്സ് ആണെന്ന് എങ്ങനെ മനസ്സിലായേ? റിയൽ ഇമേജ്. യെസ്, റിയൽ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ മനസ്സിലാക്കണ്ടോ? റിയൽ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റിയൽ ഇമേജ് ഫോം ചെയ്യുന്ന ഒരേ ഒരു ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് ഓൺലി ഫോം റിയൽ ഇമേജ്. ഓക്കെ, കോൺവെക്സ് ലെൻസ് മാത്രമേ റിയൽ ഇമേജ് ഫോം ചെയ്യുള്ളൂ. അതുകൊണ്ട് നമുക്കിത് കോൺവെക്സ് ലെൻസ് ആദ്യം നമ്മൾ ചെയ്യേണ്ട അതാ ഏത് ലെൻസ് ആണ്, എന്നിട്ടല്ല നമ്മൾ ഇക്വേഷൻ ഒക്കെ ഇട്ട് കൊടുക്കുക. ലെൻസ് ഏതാന്ന് കിട്ടി. ഇനി ഞാനൊരു കോൺവെക്സ് ലെൻസിന്റെ പടം റഫ് ആയിട്ട് വരച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒബ്ജക്റ്റ് ഇരിക്കുന്ന എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്?
എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് അമീനെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്? എത്ര ഡിസ്റ്റൻസ് അമീൻ തലേക്ക് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്? ഞാൻ ക്ലാസ് ഇൻട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി വേറെ കളറിലൊക്കെ വരച്ചോണ്ടിരിക്കേണ്ട അമീനെ ഒന്നും ശ്രദ്ധിക്കാണ്ടിരിക്കുകയാണോ? പറഞ്ഞോ എത്രയാണ്? 16 അല്ലേ? 60 ആണോ 60 ആണോ? ഒന്ന് ശരിക്കും വായിച്ച അമീൻ ക്വസ്റ്റ്യൻ വായിച്ചില്ല. അമീൻ വെറുതെ ഒരു 60 കണ്ടു അതങ്ങ് പറക്കിയങ്ങ് എഴുതും. നിങ്ങളുടെ എക്സാമിന് പറ്റുന്ന ഏതേ കാര്യം ഇതാ. നിങ്ങൾക്ക് കുറെ 60, 30, 40 ഒക്കെ കിട്ടി നിങ്ങൾ പ്രോബ്ലം ചെയ്തു. ശരിക്കും വായിച്ചു, ക്വസ്റ്റ്യൻ വായിച്ചേ. വെൻ ആൻ ഒബ്ജക്ട് ഓഫ് ഹൈറ്റ് 3 സെന്റിമീറ്റർ ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 സെന്റിമീറ്റർ എന്നല്ലേ? അപ്പൊ ഒബ്ജക്ട് ഇരിക്കുന്ന എത്ര സെന്റിമീറ്റർ മാറി അമീൻ? എത്ര സെന്റിമീറ്ററാ? 30. അപ്പൊ പിന്നെ 60 എന്ന് പറഞ്ഞ 30 സെന്റിമീറ്റർ മാറിയിട്ട് ഒബ്ജക്ട് ഇരിക്കുക. ഓക്കെ, എന്നിട്ട് ഇമേജ് എവിടെയാ ഫോം ചെയ്തിരിക്കുന്നത്? ഇമേജ് റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ അമീനെ? റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ? ലെഫ്റ്റ്. ഇതാ ഈ പ്രശ്നം കേട്ടോ. അമീന്റെ ഞാൻ നോട്ട് ലൈവ് എഴുതി വെക്കുക കേട്ടോ. റിയൽ ഇമേജ് ആണ്. റിയൽ ഇമേജ് എവിടെ? റൈറ്റിലാണോ ലെഫ്റ്റിലാണോ? ആർക്ക് പറയാം? ഒന്ന് നോക്കിയേ, പറയാ. ആൻസർ അറിയാവുന്നവർ കൈ വെക്കൂ. ഇപ്പൊ അമീൻ ഒന്ന് കണ്ടു നോക്കിയേ. ആൻസർ അറിയാവുന്നവരുടെ എണ്ണം അമീൻ ഒന്ന് ചുമ്മാ എണ്ണി നോക്കി എത്ര പേരുണ്ടെന്ന് കേട്ടാ. ഓക്കെ, അൽഹ ഒന്ന് പറഞ്ഞേ, റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കട്ടോ. ക്ലാസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ കിട്ടൂല. അപ്പൊ പിന്നെ കൈ വെക്കേ. ഇമേജ് റൈറ്റിലാണോ ലെഫ്റ്റിലാണോ? ഇമേജ് റൈറ്റിലാണോ ലെഫ്റ്റിലാണോ? ഇമേജ് റൈറ്റില്. ഇമേജ് റൈറ്റില്. തലതിരിഞ്ഞാണോ നേരെയാണോ ഇരിക്കുന്നത്? അത് ഇമേജിന്റെ കാര്യം കണ്ടുപിടിക്കണ്ടേ? റൈറ്റ് സൈഡിൽ കിട്ടുന്ന ഇമേജ്, സ്ക്രീനിൽ കിട്ടുന്ന ഇമേജ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണോ? ഇറക്റ്റാ? സ്ക്രീനിൽ നിങ്ങൾക്ക് നേരെ എന്തായി പറയുന്നത്? ഇപ്പൊ നേരെ തലതിരിഞ്ഞാണോ പോകുന്നത്? ഇൻവേർട്ടഡ് ആണ്. അത് സംശയമില്ല. അവിടെ റൈറ്റ് സൈഡിലാണെങ്കിൽ ഇൻവേർട്ടഡ് ആണ് കേട്ടോ. പിന്നെ അത് കണ്ടുപിടിക്കാനൊന്നും ഇല്ല. റൈറ്റ് സൈഡിലാണെങ്കിൽ അവിടെ ഇൻവേർട്ടഡ് ഇമേജ് ഫോം ചെയ്യാം. ഓക്കെ, ഇനി അതിന്റെ ഡിസ്റ്റൻസ് എത്രയാണ് നിൽക്കുന്നത് അൽഹ? അതിന്റെ ഡിസ്റ്റൻസ് എത്രയാ? ഇമേജ് ഡിസ്റ്റൻസ് തന്നിട്ടില്ല, കണ്ടുപിടിക്കണം. എന്റെ പൊന്നെ പറയണം. ഇവിടെ ഡിസ്റ്റൻസ് ഓഫ് 60 സെന്റിമീറ്റർ എന്ന് എഴുതി വെച്ചേക്കുവാണ്. അത് ഒബ്ജക്റ്റിന്റെ അല്ലേ? A real image is formed at a distance. Image is formed at a distance of 60. അല്ല എവിടെയോ പോയിരിക്കാണ്. ഒന്ന് പറഞ്ഞു കൊടുത്തേ ആരെങ്കിലും. ആരാ? അച്ചു ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇമേജിന്റെ ഡിസ്റ്റൻസ് തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഈ ചങ്കുവേദന കേട്ടിട്ട് പറഞ്ഞോ. 60 സെന്റിമീറ്റർ അല്ലേ? അതേ ക്വസ്റ്റ്യനിൽ എഴുതി വെച്ചേക്കുവാ. അതേ ഇമേജ് ഡിസ്റ്റൻസ് ഈസ് 60 എന്നത്. ഒബ്ജക്ട് ഈസ് അറ്റ് 30 സെന്റിമീറ്റർ എന്ന്. ഓക്കെ, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. 60 സെന്റിമീറ്റർ. ഇനി ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ടോ? അല്ല തന്നെ പറഞ്ഞോ. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. An object of height 3 സെന്റിമീറ്റർ. ഒബ്ജക്റ്റ് 3 സെന്റിമീറ്റർ. എനിക്ക് ഷെയർ ചെയ്തേക്കുന്ന വേറെ ക്വസ്റ്റ്യൻ ആണോ? അല്ല സാർ, ഞാൻ ചെയ്തതിനപ്പോ കൺഫ്യൂഷൻ ആയി. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയാ? ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 3 സെന്റിമീറ്റർ. 3 സെന്റിമീറ്റർ. ഇനി ഇമേജിന്റെ ഹൈറ്റ് കുട്ടികൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യണ്ട. നിങ്ങൾ ഭയങ്കര ബ്രില്യന്റ് അല്ലേ? നിങ്ങൾക്ക് ഇത് ചെയ്യാണ്ട് തന്നെ കിട്ടും ഇമേജിന്റെ ഹൈറ്റ്. മനസ്സിലായിരുന്നു? കൈവെക്കേ. ഇക്വേഷൻ ഒന്നും യൂസ് ചെയ്യാണ്ട് ഇമേജിന്റെ ഹൈറ്റ് കിട്ടിയവരുന്ന കൈവെക്കേ. ആരെങ്കിലും ഒരാൾ പറഞ്ഞ ഇമേജിന്റെ ഹൈറ്റ് എത്രയായിരിക്കും? -6 ആയിരിക്കും. ശരിയല്ലേ? കാരണം ഇത് ഡബിൾ ആണ്. ഡിസ്റ്റൻസ് ഡബിൾ ആവുമ്പോൾ ഹൈറ്റും ഡബിൾ ആവും. ഓക്കെ, പക്ഷെ നമ്മൾ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ മാർക്ക് തരൂല. ടീച്ചർ വിചാരിക്കും ഇവൻ എവിടെ നിന്നോ കോപ്പി അടിച്ചേക്കുവാണെന്ന് കേട്ടോ. അവിടെ നമുക്ക് ഇക്വേഷൻ ഒക്കെ ഇട്ട് നല്ല കുട്ടിയായിട്ട് ചെയ്തു പോവാം കേട്ടോ. ഓക്കെ, എങ്ങനെ ചെയ്യാ? ആദ്യം തന്നിരിക്കുന്നതൊക്കെ എടുത്തെഴുതുക. ഇക്വേഷൻ അതൊക്കെ നാളെ ചെയ്യാം നമുക്ക് കേട്ടോ. ഇന്നിപ്പോ സമയമില്ലേ? ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഡൗട്ട് ഉള്ളവർ ചോദിച്ചോളൂ. താങ്ക് യു സാർ. സാർ പറഞ്ഞോ. എന്താ അനശ്വര ഡൗട്ട്? എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇല്ലേ കോൺകേവ് നമ്മൾ ചെയ്തേ, അതിന് 45 എന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ ഇമേജിന്റെ നെഗറ്റീവ് 50 സെന്റിമീറ്റർ പറഞ്ഞില്ലേ? യു ഈസ് ഈക്വൽ ടു. 2 സെക്കൻഡ് കേട്ടോ. അപ്പൊ ഒന്ന് വരികയാണേ. പറഞ്ഞോ. സാറ് പറഞ്ഞില്ലായിരുന്നു 45 ടൈംസ് ആണ്. ഈ 50യുടെ എന്തോ പറഞ്ഞില്ല, എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ആ ക്വസ്റ്റ്യനിലെ കോൺകേവ് ലെൻസ് പ്രൊഡ്യൂസർ ആണ് ഇൻവേർട്ടഡ് ഇമേജ് മനസ്സിലായി. അതെന്താന്നറിയോ? ഇതില് ഇത് ഡിസ്റ്റൻസ് 3 ടൈംസ് ആയി കഴിഞ്ഞാൽ ഹൈറ്റ് 3 ടൈംസ് ആവും. ഇത് നമ്മൾ എവിടെ നിന്ന് കിട്ടിയതാണെന്നറിയാം? നമ്മൾ ആ ടേബിള് നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായതാ. കണ്ടോ? നമ്മൾ ആ ടേബിൾ എടുത്ത് നോക്കി. നിങ്ങൾ ആദ്യം ചെയ്ത ഒരു ടേബിളും പോയിട്ട് കുറച്ച് കേസുകൾ ചെയ്തില്ലേ? ഇത് നോക്കി. കണ്ടോ?
ഇമേജിന്റെ ഹൈറ്റ് 1/3 ആയി കഴിഞ്ഞാൽ ഇമേജിന്റെ ഡിസ്റ്റൻസ് എന്തേ നോക്കി കണ്ടോ 1/3 ആയി. V/U എന്നോ അതുപോലെ HI/HOയുടെ റേഷ്യോസ് സെയിം ആയിരിക്കും, അത് മാറൂല, അത് സെയിം ആയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലായി? ഇപ്പൊ ഡിസ്റ്റൻസ് 3 ടൈംസ് ആയി കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ഇമേജ് മാഗ്നിഫൈഡ് 3 ടൈംസ്, അപ്പൊ ഇതിന്റെ സൈസിന്റെ 3 ടൈംസ് അല്ലേ ഇത്. ഇതിപ്പോ x ആണെങ്കിൽ ഇത് 3x എന്ന് പറയുന്ന പോലെ. ഓക്കെ, അങ്ങനെയാണ് ഈ ഡിസ്റ്റൻസും എത്ര ടൈംസ് ആയിരിക്കും? 3 ടൈംസ് ആയിരിക്കും. 3 ടൈംസ് ആയിരിക്കും. അപ്പൊ ഇത് 2 ടൈംസ് ആണെങ്കിൽ ഹൈറ്റ് 2 ടൈംസ് ആണെങ്കിൽ ഡിസ്റ്റൻസും 2 ടൈംസ് ആയിരിക്കും. ഹൈറ്റ് പകുതി ഉള്ളെങ്കിൽ അതിന്റെ സെയിം തന്നെയായിരിക്കും, HIയുടെ സെയിം റേഷ്യോയിൽ തന്നെയായിരിക്കും HOയും. HI/HOയുടെ അതേ റേഷ്യോയിലായിരിക്കും വിയുടെയും യുടെയും റേഷ്യോ വരിക. അതായത് രണ്ടും ഇപ്പോൾ 1/3 ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്നല്ല കറക്റ്റ് ആവുള്ളൂ. മാഗ്നിഫിക്കേഷൻ 2 ഇക്വേഷൻ ഉണ്ടല്ലോ, അതുകൊണ്ട് ആ ഡിസ്റ്റൻസിന് അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അതിന്റെ ആൻസർ ആദ്യമേ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാണ്. പക്ഷെ ഇക്വേഷനിൽ ഇട്ട് ചെയ്യണം കേട്ടോ, നല്ല മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു സാർ.